മക്കളെ നമസ്കാരം. മാസ്റ്റർ കീയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞകാല പരീക്ഷകളിൽ നടന്നിട്ടുള്ള ഡിഗ്രി ലെവലിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് വേറെ സമയങ്ങളുണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 60 ദിവസം കൊണ്ട് നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ എന്താണ്, ഒരു കരാറുകാരന് ഒരു ജോലി പൂർത്തിയാക്കാൻ വേണ്ടി വേണ്ടത് 60 ദിവസമാണ്. അയാൾ എത്ര പേരെ നിയമിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 210 പേരെയാണ് നിയമിച്ചേക്കുന്നത്. 210 പേരെ നിയമിച്ചിട്ടുണ്ട്. എത്രയാണ്? ഒരു കരാർ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി 210 പേര്. അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണമെന്ന് പറയുന്നുണ്ട്? 60 ദിവസം വേണമുണ്ട്. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ദിവസം എന്ന് വെച്ചാൽ 60 ദിവസമാണ്. എത്ര പേരുണ്ട്? 210 പേരെയാണ് നിയമിച്ചത്. ഓക്കെ, ഇനി എന്താ, 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി കൂട്ടിച്ചേർത്തു. ബാക്കി 70 പേരുടെ കൂട്ടിച്ചേർത്തു എങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ബാക്കി ജോലി എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യനാണ്, വളരെ സിമ്പിൾ ആണ്, ചെയ്യാനൊന്നുമില്ല. നമ്മൾ വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്ത് മാറ്റും. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയാണ് ആദ്യം നമ്മളിവിടെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. അപ്പൊ ഒരു കരാർ ജോലി പൂർത്തിയാക്കാൻ അയാൾക്ക് മൊത്തം എടുക്കുന്ന ദിവസം എന്ന് വെച്ചാൽ 60 ദിവസമാണ് വേണ്ടത്. ഈ 60 ദിവസം ഓക്കെ, എത്ര പേരെ കൊണ്ടാണ് ജയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 210 പേരെ കൊണ്ടാണ് ജയിക്കുന്നത്. 210 പേരെ കൊണ്ട് ജയിക്കുന്നത്. അപ്പൊ 60 ദിവസമാണ് വേണ്ടത്. എന്താ, ഒരു 12 ദിവസം കഴിഞ്ഞു. ഓക്കെ, 12 ദിവസം കഴിയുമ്പോഴത്തേക്ക് എത്ര പേരുടെ വരുന്നുണ്ട്? ഒരു 70 പേരൂടെ വരുന്നുണ്ട്. 70 പേരൂടെ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? എങ്കിൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. ഈ ഒന്നാമത്തെ ദിവസം അവർ ജോലി ചെയ്തത് എത്ര പേരാന്ന് വെച്ചാൽ ഈ 210 പേരാണ് ഒന്നാമത്തെ ദിവസം ജോലി ചെയ്തേക്കുന്നത്. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ദിവസം ജോലി ചെയ്തേക്കുന്നതും ഇതേ 210 പേരാണ്. മൂന്നാമത്തെ ദിവസം ജോലി ചെയ്തേക്കുന്നതും ഇതേ 210 പേരാണ്. അങ്ങനെ എത്ര ദിവസം വരെ? 12 ദിവസം വരെയും ജോലി ചെയ്തേക്കുന്നത് ഇതേ 210 പേര് തന്നെയാണ്. 12 ദിവസം ജോലി ചെയ്തേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ആദ്യത്തെ 12 ദിവസം വരെ ഒരൊറ്റ ജോലിക്കാരും അഡീഷണൽ ആയിട്ട് വരുന്നില്ല. 210 പേര് തന്നെ ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ മൊത്തത്തിൽ എത്ര ദിവസം? 60 ദിവസമാണ്. ഈ 60 ദിവസത്തിനകത്തുനിന്ന് 12 ദിവസം കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 48 ദിവസം ഉണ്ട്. ഓക്കെ, മൊത്തത്തിൽ 60 ദിവസമാണ് ജോലി ചെയ്യേണ്ടത്. അതിൽ 12 ദിവസം 210 പേരും ജോലി ചെയ്തിട്ടുണ്ട്. ഇനി എത്ര പേർക്കാണ്? 12 പേർക്ക് 12 ദിവസം അവർ ജോലി ചെയ്തു. 60 ദിവസത്തിൽ എത്ര? ഈ 60 ദിവസത്തിൽ ആദ്യത്തെ 12 ദിവസം വരെ 60 ദിവസത്തിൽ ആദ്യത്തെ 12 ദിവസം വരെ ജോലി ചെയ്തേക്കുന്നത് 210 പേര് തന്നെയാണ്. ഇനി എത്ര ദിവസമുണ്ട്? ഒരു 48 ദിവസത്തെ കൂടെ ജോലിയുണ്ട്. ഇവിടെയാണ് കാര്യം കിടക്കുന്നത്. 48 ദിവസത്തെ ജോലിയും കൂടെ ഇനി ബാലൻസ് കിടപ്പുണ്ട്. എത്ര പേർക്ക്? 48 ദിവസത്തേക്ക് എത്ര പേർക്ക്? ഈ 210 പേർക്ക് ചെയ്യേണ്ട ജോലി അവിടെ കിടക്കും. ഈ 48 ദിവസം ഇനി 210 പേർ ജോലി ചെയ്യാനുള്ള ദിവസം അവിടെ കിടപ്പുണ്ട്. ഈ ജോലി അവിടെ കിടപ്പുണ്ട്. മനസ്സിലായല്ലോ? 210 പേർ എത്ര ദിവസം ജോലി ചെയ്യണം? 48 ദിവസം ജോലി ചെയ്യേണ്ട അവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ ഈ 210 പേർക്ക് 48 ദിവസം ജോലി ചെയ്യേണ്ട ജോലി അവിടെ കിടക്കുന്ന സമയത്താണ് അഡീഷണൽ ആയിട്ട് ആര് വരുന്നത്? ഒരു 70 പേരും കൂടെ വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഈ 48 പേർക്ക് 210 ദിവസം ചെയ്യേണ്ട ജോലി ആര് ചെയ്യാൻ പോവാ? ഈ 210ന്റെ കൂടെ ആരെയും കൂടെ ചേർത്തു? ഒരു 70 പേരോടെ ചേർത്തിട്ട് എത്ര? 280 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാ. എത്ര പേരെ കൊണ്ട് ചെയ്യിക്കാൻ പോവാ? 280 പേരെ കൊണ്ട് ഈ ജോലി നമ്മൾ ചെയ്യിപ്പിക്കാൻ പോവാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ 48 പേർക്ക് 210 ദിവസം ചെയ്യാൻ കിടക്കുന്ന ജോലി നമ്മൾ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാ? ഈ പറയുന്ന 280 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാ. ഓക്കെ, ഈ 0 ഈ 0 വെട്ടിക്കളഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് എത്ര വെച്ച് കിട്ടാം? 3 7 21 4 7 28 1 4 4 12 4 48 12 4 48 12 ഗുണം 3 എത്ര കിട്ടിയടോ? 36. ഇനി അത് എത്ര ദിവസം കൊണ്ട് ചെയ്യടോ? 36 ദിവസം കൊണ്ട് അവർ ആ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? യഥാർത്ഥത്തിൽ അഡീഷണൽ ആയിട്ട് 12 പേര് വന്നില്ലായിരുന്നു, അഡീഷണൽ ആയിട്ട് 70 പേര് വന്നില്ലായിരുന്നെങ്കിൽ ആ ജോലി എത്ര ദിവസം തന്നെ ചെയ്യേണ്ടി വന്നേനെ? ഈ 48 ദിവസം തന്നെ ചെയ്യേണ്ടി വന്നേനെ. ആ 48 ദിവസം ചെയ്യേണ്ട ആ ജോലി അവിടെ കിടക്കുന്ന അഡീഷണൽ ആയിട്ട് പുതിയ ആൾക്കാർ വന്നതുകൊണ്ട് എത്ര? അത് 36 ദിവസം കൊണ്ട് ആ ജോലി അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഒന്നും കൂടെ പറയാൻ തോന്നിരിക്കണം. 60 പേർക്ക് 210 ദിവസം ചെയ്യേണ്ട ജോലി ഓൾറെഡി അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ അവരെന്തുവാ? ആദ്യത്തെ 12 ദിവസം വരെയും ഈ 210 പേര് തന്നെ ജോലി ചെയ്തു. ഇനി എത്ര? ബാക്കി 12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഒരു 48 ദിവസം 210 പേർക്ക് 48 ദിവസം 210 പേർക്ക് ചെയ്യേണ്ട ജോലി അവിടെ കിടപ്പുണ്ട്. ഈ ജോലി നമ്മൾ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാ? അഡീഷണൽ ആയിട്ട് വന്ന് 70 പേരോട് ചേർത്ത് 280 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാ. അപ്പൊ 280 ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. 48 പേർക്ക് 210 ദിവസം ചെയ്യേണ്ട ജോലി 280 പേർ
എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ 48 ദിവസം കൊണ്ട് 210 പേര് ചെയ്യേണ്ട ജോലി 280 എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന വെച്ചാൽ 36 ദിവസം കൊണ്ട് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ്, കാര്യമൊന്നുമില്ല. കാണുമ്പോൾ ക്വസ്റ്റ്യൻ വലിയ ഇതായിട്ടൊക്കെ തോന്നും, കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? നോക്കിയോ? ഓക്കെ, നമ്മുടെ അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? സി ഓപ്ഷൻ ആണ്, 36 ആണ് നമ്മുടെ ആൻസർ. സി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഓക്കെ 7x+2 = 49/2x - 3 ആണെങ്കിൽ എക്സിന്റെ മൂല്യം എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സിമ്പിളാ, കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാ. നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇതുകൊണ്ട് എഴുതുവാണ്ടേ. 7x+2 7x+2 എത്രയാണ്? 7x+2 ആയാൽ എക്സിന്റെ വില എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. എക്സിന്റെ വില നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സമത്തിന് അപ്പുറവും ഇപ്പുറവുമുള്ള ബേസുകൾ തുല്യമായാൽ അവയുടെ പവറുകളും തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? സമത്തിന് അപ്പുറവും ഇപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ, ഈ താഴെയുള്ള നമ്മൾ ബേസ് എന്ന്, മുകളിലുള്ളതിനെ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാ ഇവിടെ ബേസ് 7, ഇവിടുത്തെ ബേസ് 49 ആണ്. ബേസുകൾ രണ്ടിടത്തും തുല്യമാണെങ്കിൽ അവയുടെ പവറുകളും തുല്യമായിരിക്കും. ഇത് കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. മനസ്സിലായല്ലോ? സമത്തിന് അപ്പുറം ഇപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ അവയുടെ പവറുകളും തുല്യമായിരിക്കും. ഇവിടുത്തെ ബേസ് എത്ര? 7. ഇവിടുത്തെ ബേസ് എത്ര? 49. അപ്പൊ ഇവിടെ ബേസുകൾ തുല്യമല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ബേസുകൾ തുല്യമാക്കണം. എങ്ങനെയാക്കും? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ബേസുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. ഓക്കെ, വില മാറരുത്, രൂപം മാറ്റാം. അപ്പൊ എന്ത് ചെയ്യണം? ഈ 7 എന്നുള്ള വില മാറരുത്, 7 തന്നെ ആയിരിക്കണം. 41 എന്നുള്ള വില മാറരുത്, പക്ഷെ രൂപം നമുക്ക് മാറ്റാം. ഓക്കെ ആണല്ലോ? നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറയാം. 49നെ 7ന്റെ സ്ക്വയർ എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? 7ന്റെ സ്ക്വയർ അല്ലയോ 49? 7 × 7 അല്ലയോടോ 49. അപ്പൊ 49നെ ഞാൻ എന്ത് ചെയ്തു? 7ന്റെ സ്ക്വയർ എന്ന് എഴുതി. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? ഇനി ഇതാ നോക്കിക്കോ, ഇനി എന്നുണ്ട് എഴുതോ. കണ്ടേ, 7x+2 ഓക്കെ 7x+2 = 49. 7x+2 ഓക്കെ 49നെ 7ന്റെ സ്ക്വയർ എന്ന് എഴുതി. 7ന്റെ സ്ക്വയർ 49നെ എന്ത് എഴുതി? 7ന്റെ സ്ക്വയർ 49. വില മാറിയില്ല, രൂപം മാറ്റി. ഇത് ഹോൾ റൈസ് ടു മേളുന്നുണ്ട് 2x - 3 നടപ്പുണ്ട്. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? 2x - 3. ഓക്കെ, ഇനി നോക്കിയേ, ഈ ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ നോക്കി, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കേഷൻ ഉണ്ട്. a⁻m the whole raised to n എന്ന് വെച്ചാൽ a⁻m എന്നാണ്. a⁻m the whole raised എന്ന് വെച്ചാൽ a⁻m എന്നോട് ഗുണിക്കുന്നതാണ് mn. m ഗുണം n ആണ് mn. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈ ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ ഈ 2 ഇതിനോട് ഗുണിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പവർ ഉണ്ട്. a⁻m the whole raised into a⁻m എന്ന ഫോമിലോട്ട് എഴുതുമ്പോൾ നമുക്ക് എന്താ? 7x+2 = 7x+2 ഈ 2 ആയിട്ട് 2 × 2 എന്ന് വെച്ചാൽ 4x പ്ലസ്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. 2 ഇൻറ്റു ചെയ്യുന്നത് പോലെ അങ്ങ് കാണിച്ചു വെച്ചേക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇൻറ്റു ചെയ്യുന്നതല്ല നമുക്ക്. ഓക്കെ, 7x2 × x - 3 എന്ന് നമുക്ക് എഴുതാം. ഇത് ഇൻറ്റു ചെയ്യുന്നത്, അപ്പോൾ ബ്രാക്കറ്റ് കൊടുക്കുന്ന ഇൻറ്റു ചെയ്യുന്നത്, അപ്പോൾ 2 ഇൻറ്റു എന്ന് അർത്ഥം. ഇതുകൊണ്ട് ഇൻറ്റു ചെയ്തു എന്ന് എൻ്റെ അർത്ഥം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത്രയും വരെ ഓക്കെ ആണല്ലോ? നമ്മൾ ഇത്രയും വരെ എഴുതി. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, സമത്തിന് അപ്പുറം ഇപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായില്ലേ? ഇവിടുത്തെ ബേസ് 7, ഇവിടുത്തെ ബേസ് 7. ബേസുകൾ തുല്യമായാൽ മുകളിലുള്ള പവറുകളും തുല്യമായിരിക്കും. ബേസുകൾ തുല്യമായാൽ മുകളിലുള്ള പവർ എന്തായിരിക്കോ? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ? 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതി. ഓക്കെ ഉണ്ട്. ബേസുകൾ തുല്യമായാൽ പവറുകൾ തുല്യമായിരിക്കും. ഇവിടുത്തെ ബേസ് 7, ഇവിടുത്തെ ബേസ് 7 ആണെങ്കിൽ മേളിൽ കിടക്കുന്ന പവർ ആയ x+2 = നമുക്ക് എന്താ എഴുതാം? 2 × x - 3 എന്ന് എഴുതാം. ഓക്കെ, ഈ ഇവിടുത്തെ ബേസ് 7, ഇവിടുത്തെ ബേസ് 7 ആയതുകൊണ്ട് പവറുകളും എന്തായിരിക്കും? ഇതേപോലെ സമം എന്ന് പറഞ്ഞു കൊടുക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ ഈ ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന 2 അകത്തേറ്റ് ഓരോ നമ്പറിനെ ഗുണിച്ചാൽ മാത്രമേ നമുക്ക് ബ്രാക്കറ്റ് പൊളിക്കാൻ പറ്റത്തുള്ളൂ. നോക്കിയാണോ? ഇവിടുത്തെ 2 ആണ്, 2 അകത്തേറ്റ് ഗുണിക്കാൻ പറ്റുക. x+2 = ഓക്കെ 2 × x എന്ന് വെച്ചാൽ 2x മൈനസ് 2 × 3 എന്ന് വെച്ചാൽ 6 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? 2 × x 2x അല്ലേ? ഓക്കെ, സോറി ഇവിടെ 2x ആണ്.
ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 2 ആണ്. (2x - 3) ആണ്. 2x - 3 ഇവിടെ 2 ഉണ്ട്, 2 × 2x - 3 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? യെസ്. ഇത് നോക്കിയോ, ഇവിടെ 2 ഉണ്ട്, 2 × 2x - 3 എന്ന് എഴുതി. ഓക്കെ, ഈ ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന 2 അകത്തേറ്റ് ഓരോ നമ്പറിനെ കുടിക്കുക. 2 × 2 എന്ന് വെച്ചാൽ 4, 4 × x എന്ന് വെച്ചാൽ 4x - 2 × 3 എന്ന് വെച്ചാൽ 6 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ് 2 × 2 എന്ന് വെച്ചാൽ 4, 4 × x 4x, 2 × 3 എന്ന് വെച്ചാൽ 6. ഓക്കെ ആണ്, അത് മൈനസ് ആയിട്ട് മൈനസും കൊടുത്തു. ഇനി എന്താ, എക്സ് എല്ലാവരും സൈഡിലാക്കാം, എക്സ് ഇല്ലാത്ത എല്ലാവരും സൈഡിലാക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ കിടക്കുന്ന പിന്നെ -6 ഇപ്പുറത്ത് വരുമ്പോൾ +6. കാര്യം സമത്തിന് അപ്പുറത്തൊരു സംഖ്യ പ്ലസ് ചെയ്തേക്കാണ്, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ചെയ്യണം, മൈനസ് ആണ് പ്ലസ് ചെയ്യണം, ഇൻറ്റു ആണ് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ -6 ഇപ്പുറത്ത് വരുമ്പോൾ +6, അപ്പൊ 2 - 6 ഇപ്പുറത്ത് വരുമ്പോൾ +6 = 4x. ഈ കിടക്കുന്ന +2 +x ഇപ്പുറത്ത് കിടക്കുന്ന +x അപ്പുറത്ത് വരുമ്പോൾ -x എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, 6 2 കൂടുമ്പോൾ 8 കിട്ടും. 4x ന്ന് 1x കുറച്ചാൽ 3x എന്ന് കിട്ടും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ 3 ഇൻറ്റു ചെയ്തേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ 8/3 = x. ഓക്കെ ആണല്ലോ? ഈ 3 × x ആണ് 2 × x ആണ് 2x, 2 × 2 4, 4 × x 4x എന്ന് പറയുന്നില്ല, 3 × x ആണ് 3x. അപ്പൊ 3x നമ്മൾ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുക. അപ്പൊ ഇൻറ്റു ചെയ്തേക്കുന്ന ആ 3 നമ്മൾ സമത്തിന് ഇപ്പുറമ്പോ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 8/3 എന്നിട്ട് എക്സിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 8/3. ബി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ മൂല്യം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 8/3 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആവുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് വേണമെന്ന് പറഞ്ഞേക്കാം, ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മൾ 7x + 2 = 49(2x - 3) ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ചോദിക്കുക എക്സിന്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ എക്സിന്റെ വില എത്ര എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമത്തിന് അപ്പുറവും ഇപ്പുറമുള്ള സമത്തിന് അപ്പുറം ഇപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ അവയുടെ പവറുകളും തുല്യമായിരിക്കും. ഇവിടുത്തെ ബേസ് എന്ന് വെച്ചാൽ 7 ആണ്. ഇവിടുത്തെ ബേസ് 7 ആണ്. അപ്പൊ ഇവിടുത്തെ ബേസ് എന്ന് വെച്ചാൽ 49 എന്ന് പറയുന്നത് ഇവിടുത്തെ ബേസ് 49 ആണ്. ഓക്കെ, ഈ 49 എന്നുള്ള വില മാറരുത്, നമുക്ക് രൂപം മാറ്റാം. 49 7ന്റെ സ്ക്വയർ എന്ന് എഴുതി. 7ന്റെ സ്ക്വയർ ആണ് 49. ഓക്കെ ആണല്ലോ? അപ്പൊ 7ന്റെ സ്ക്വയർ നമ്മൾ എഴുതി. ഇത്രയാണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? ഇനി ഈ a⁻m ദ ഹോൾ റൈസ് എന്ന് വെച്ചാൽ a⁻mn എന്നാണ്. mn എന്ന് എഴുതുമ്പോൾ ഈ 2 കൊണ്ട് ഈ ഓരോ നമ്പറിന് ഉണ്ട്. അപ്പൊ 2 × 2x - 3 എന്ന് എഴുതി. ഇപ്പോൾ സമത്തിന് അപ്പുറം ഇപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായില്ലയോ? 7x + 2 = 7/2 × 2x - 3 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? ഈ ബേസുകൾ തുല്യമായാൽ മുകളിലുള്ള പവറുകളും തുല്യമായിരിക്കും. അപ്പൊ ഇവിടുത്തെ പവർ x + 2 ആണ്, ഇവിടുത്തെ പവർ ഇവിടുത്തെ പവർ x + 2, ഇപ്പുറത്തെ പവർ എന്ന് പറഞ്ഞാൽ 2 × 2x - 3 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? ഇനി ഈ ബ്രാക്കറ്റ് പൊളിക്കാൻ, ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്ന 2 അകത്തേറ്റ് ഓരോ നമ്പറിനെ ഗുണിക്കുക. 2 × 2 എന്ന് വെച്ചാൽ 4, 4 × x 4x, 2 × 3 എന്ന് വെച്ചാൽ 6 എന്ന് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി x എല്ലാവരും സൈഡിലാക്കുക, x ഇല്ലാത്ത എല്ലാവരും സൈഡിലാക്കുക. ഓക്കെ ആണല്ലോ? x ഇല്ലാത്ത നമ്മൾ എങ്ങനെ സൈഡിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ +x അപ്പുറത്ത് പോകുമ്പോൾ -x ആവും, -6 ഇപ്പുറത്ത് പോകുമ്പോൾ +6 ആവും. അപ്പൊ 8 = 4x ന്ന് 1x കുറച്ചാൽ 3x, 8 = 3x. എക്സിന്റെ വാല്യൂ 3 ഇൻറ്റു ചെയ്തൊക്കെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. 8/3 = x എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 8/3 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് എക്സ്പോണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 1 - 1/2 - 1/3 - 1/4 - 1/ എക്സെട്ര. ഇവിടെ എക്സെട്ര ഉണ്ട്, 1 - 1/2 ഇവിടെ എക്സെട്ര ഉണ്ട് കേട്ടോ. ഇതിനകത്ത് PPT ചെയ്തതിനകത്തുള്ള മിസ്റ്റേക്ക് ആണ്. ഇവിടെ എക്സെട്ര ഉണ്ട്, കുത്തു കഴിഞ്ഞിട്ടാണ് ഇത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 - 1/2 നമുക്കിത് നോർമൽ കേസിൽ എന്ന് വെച്ചാൽ ഇത് ഒന്നുമില്ലെങ്കിൽ താഴെ ഒരു ഒന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇത് മൈനസ് ചെയ്യാം? എങ്ങനെ എന്താ 1 × 2 ഇത് ക്രോസ് ചെയ്യാം. 1 × 2 മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ 1 × 1 ഇതാണ് ക്രോസ് ചെയ്യാം. കണ്ടേ, ആദ്യം 1 2 കൂടെ ഗുണിക്കുമ്പോൾ 1 2 2, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 2 2, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 1 1. ഓക്കെ ആണല്ലോ? നമുക്ക് എങ്ങനെ എഴുതാം? 1 2 2 മൈനസ് 1 1 1 ബൈ 1 2 2. ഓക്കെ ആണല്ലോ? 2 ൽ 1 കുറച്ചാൽ 1, 1/2 എന്ന്. ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ 1/2, അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ കേസിൽ ചിന്തിച്ചേ 1 ൽ നിന്ന് അര കുറച്ചാൽ അരയല്ലേ ഉള്ളൂ. 1 ൽ നിന്ന് അര കുറച്ചാൽ അരയാണ്. അപ്പോൾ 1/2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൂടാ. ഈ 1 2 കൂടെ ഗുണിക്കുക. 1 × 2 2, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 1 2 2, ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 1 1 1.
ഒരു 2 2 മൈനസ് ഒരു 1 1 ഡിവൈഡഡ് ബൈ ഒരു 2 2. അപ്പോൾ 2ൽ നിന്ന് കുറച്ചാൽ 1/2 എന്ന് കിട്ടും. ഈ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ ഇൻറ്റു എന്നർത്ഥം. ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ ഇൻറ്റു എന്നർത്ഥം. ഇനി അടുത്ത ഇതുകൂടെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാണ്ടേ 1 മൈനസ് 1/3 1 മൈനസ് 1/3 ഓക്കെ ആണല്ലോ. ഇതിന്റെ താഴെ എന്തുണ്ട്? ഒരു 1 ഉണ്ട്. ഏത് നമ്പർ എഴുതിയതിന്റെ താഴെ ഒന്നിലൂടെ എഴുതി നാട്ടെ നോക്കിയേ 1 × 3. ഓക്കെ, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 × 3 മൈനസ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 × 1 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഒരു 3 3 മൈനസ് ഒരു 1 1 ഡിവൈഡഡ് ബൈ ഒരു 3 3. ആൻസർ 2/3 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 2 അപ്പോൾ എന്തുവാ 1/2 അതേപോലെ 2/3 ഓക്കെ ആണല്ലോ. 1/2 2/3 ഇങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ നമുക്ക് ഇതിനോട്ട് എഴുതാം 1/2 ഇൻറ്റു 1/2 ഇൻറ്റു അടുത്തത് 2/3 1/2 ഇൻറ്റു 2/3. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും കേട്ടോ? 3/4 എന്നായിരിക്കും. അടുത്തത് എത്ര? 4/5 എന്നായിരിക്കും. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4 ഇൻറ്റു ഇങ്ങനെ പോയി എക്സെട്ര പോയി ഇവിടെ ഏറ്റവും അവസാനം എത്തുമ്പോൾ 19/20 എന്ന് കിട്ടും. 19 ഇവിടുത്തെ നമ്പറിനെക്കാട്ടി 1 കുറവാണ് മേളത്തെ. കണ്ട് താഴെ കിടക്കുന്ന 1നെക്കാട്ടി 1 കുറവാണ് മേലുണ്ട്. 2നെക്കാട്ടി കുറവാണ് 1, 3നെക്കാട്ടി 1 കുറവാണ് 2, 4നെക്കാട്ടി 1 കുറവാണ് 3, 5നെക്കാട്ടി 1 കുറവാണ് 4. അതേപോലെ ഇവിടെ 20 വരുമ്പോൾ 20നെക്കാട്ടി 1 കുറവായിരിക്കും മേളിൽ 19. അപ്പോൾ ഇതിങ്ങനെയാണ് പോകുന്നത്. 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4 ഇൻറ്റു 4/5 ഇൻറ്റു എക്സെട്ര 19/20 എന്ന് കിട്ടും. ഇത്ര ഓക്കെ ആണല്ലോ. ഇനി നമ്മളിവിടെ ചെയ്യേണ്ട പരിപാടി ഈ 2 ഈ 2 ക്യാൻസൽ ആയി പോകും. ഇനി ഇവിടുത്തെ 3യും ഈ 3 ക്യാൻസൽ ആയി പോകും. ഈ 4ഉം ഈ 4 ക്യാൻസൽ ആയി പോകും. ഇവിടെ 5 ആണെങ്കിൽ ഇവിടുത്തെ ഒരു 5 ഉണ്ടായിരിക്കും, അതുകൂടെ ക്യാൻസൽ ആയി പോകും. അങ്ങനെ ക്യാൻസലായി ഇവിടെ ഒരു 19 വരും. ഇവിടെ എന്താ 18/19 എന്നായിരിക്കും. ഈ 19 ക്യാൻസൽ ആയി പോയി. ഇവിടെ ഒന്നുമില്ല, ഒരു 18 ആണ്. ഈ 18 ക്യാൻസൽ. ഇങ്ങനെ അങ്ങനെ എൻഡിലെ കേസാണ് പറയുന്നത്. പോയി മേളത്തെ താഴത്ത് ഇതേപോലെ ക്യാൻസലായി പോയി. ഇനി ബാലൻസ് നിൽക്കുന്നത് ഈ മേളിൽ ഇവിടുത്തെ ഒരു 1 ഉണ്ട്, ഒരു 1 കാണും. അതേപോലെ തന്നെ ഇനി താഴെതോട് ഒരു 20 കാണും. ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാം ക്യാൻസൽ ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ നമ്പർ ക്യാൻസൽ ആയിപ്പോൾ നമ്മുടെ ആൻസർ 1/20 ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 1ൽ നിന്ന് അര കുറയ്ക്കുമ്പോൾ അര കിട്ടും. ഇൻറ്റു 1ൽ നിന്ന് 1/3 കുറയ്ക്കുമ്പോൾ 2/3, 1ൽ നിന്ന് 1/4 കുറയ്ക്കുമ്പോൾ 3/4, അടുത്തത് 4/5, 5/6 ഇങ്ങനെ പോയിട്ട് നമ്മളെ താഴത്തെ 2 മേളത്തെ 2 കൂടെ ക്യാൻസൽ ആവും. താഴത്തെ 3 മേളത്തെ 3 കൂടെ ക്യാൻസൽ ആവും. താഴത്തെ 4 മേളത്തെ 4 ഇങ്ങനെ ക്യാൻസലായി ഇവിടുത്തെ ഈ 20 19/20 എന്നായിരിക്കും കിടക്കുന്നത്. ഈ 19 കൂടെ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ഇനി മെണ്ടയ്ക്ക് ഒരു 1 ഉണ്ട്, താഴെ ഒരു 20 ഉണ്ട്. 1/20 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? ബി ഓപ്ഷനാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതെല്ലാം ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ ആണല്ലോ? നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഈ ഇടയ്ക്ക് നടന്ന ഒരു പരീക്ഷയ്ക്ക് വെച്ച ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് വേണ്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ വേണ്ട നമ്മളെ തെറ്റിക്കാനും വേണ്ടി കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒന്ന് ചെയ്തിടാം. നോക്കിക്കോ. രാജു റാമിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ്. രാജിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ്. ഓക്കെ ആണല്ലോ? സഹോദരിയുടെ മകനാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് രാജു റാമിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ജസ്റ്റ് ഓക്കെ, നമുക്ക് നോക്കാം. രാജു റാമിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ്. രാജു എന്ന് പറഞ്ഞാൽ രാം ആരാണോ റാമിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, രാജുവിന് എഴുതാം. രാജു എന്ന് പറയുന്നത് ആരുടെ? ഈ റാമിന്റെ. ഇവർ രണ്ടുപേരും അപ്പം എന്താ ഒരേ ഏജ് ആയിരിക്കും. റാമിന്റെ അച്ഛൻ, ഫാദറിന്റെ സഹോദരി, സിസ്റ്ററുടെ മകനാണ്. ഇത്ര ഓക്കെ ആണല്ലോ? രാജു എന്ന് പറയുന്നത് രാമിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ്. ഓക്കെ ആണ്? രാജുവിന്റെ അച്ഛൻ. അപ്പൊ ഇവർ രണ്ടുപേരും രാജുവും റാമും ഒരേ ഏജിലുള്ള ഒരേ ഇതിലുള്ളതായിരിക്കും, കാലഘട്ടത്തിലുള്ളവരായിരിക്കും. മനസ്സിലായോ? ഏകദേശം ഒരേ
ഇതിൽ വരുന്നവരാണ്. അവരുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ അപ്പച്ചി, ഈ റാമിന്റെ അപ്പച്ചിയുടെ മകനാണ് രാജു. മനസ്സിലായി? റാമിന്റെ അപ്പച്ചിയുടെ അച്ഛന്റെ പെങ്ങളുടെ മകനാണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി എന്താ പറയുന്നത്? മകനാണ്. വിക്രം രാധയുടെ മകനാണ്. വിക്രം എന്ന് പറയുന്നത് രാധയുടെ മകനാണ്. വിക്രം എന്ന് പറയുന്ന വ്യക്തി രാധയുടെ മകനാണ്. അതേപോലെ രാധ അരുണിന്റെ അമ്മയുടെയും റാമിന്റെ മുത്തശ്ശിയുമാണ്. ഓക്കെ ആണല്ലോ? അടുത്ത എന്താ? വിക്രം എന്ന് പറയുന്നത് രാധയുടെ മകനാണ്. വിക്രം എന്ന് പറയുന്നത് രാധയുടെ മകനുമാണ്. അതേപോലെ തന്നെ ആരെയാണ്? രാധ എന്ന് പറയുന്നത് അരുണിന്റെ അമ്മയും റാമിന്റെ മുത്തശ്ശിയുമാണ്. അരുണിന്റെ അമ്മയും റാമിന്റെ മുത്തശ്ശിയുമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ എന്താണ് പറയാ? ഒന്നുകൂടെ പറയാം. എന്താ? രാധ അരുണിന്റെ അമ്മയും, രാധ എന്ന് പറയുന്നത് അരുണിന്റെ അമ്മയും റാമിന്റെ മുത്തശ്ശിയുമാണ്. ഓക്കെ. വിക്രം രാധയുടെ മകനാണ്. രാധ അരുണിന്റെ അമ്മയും റാമിന്റെ മുത്തശ്ശി. ഓക്കെ. നമുക്ക് നോക്കാം. വിക്രം എന്ന് പറയുന്നത് ആരുടെ? രാധയുടെ മകനാണ്. രാധയുടെ മകനാണ് വിക്രം. നമുക്ക് നോക്കാം. വിക്രം എന്ന് പറയുന്നത് ആരുടെ മകനാണ്? രാധയുടെ മകനാണ്. രാധയുടെ മകനാണ് വിക്രം എന്ന് പറയുന്നത്. പിന്നെന്തോ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. രാധയുടെ മകനാണ് വിക്രം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അത് മാത്രമല്ല, രാധ അരുണിന്റെ അമ്മയും. രാധ എന്ന് പറയുന്നത് അരുണിന്റെ അമ്മ. ആരാണോ അരുൺ, അരുണിന്റെ അമ്മയാണ് രാധ എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, എന്താണ് ഒരു കണ്ടീഷനോടെ പറയുന്നത്? ആ കണ്ടീഷനാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. രാധ എന്ന് പറയുന്നത് അരുണിന്റെ അമ്മയും റാമിന്റെ മുത്തശ്ശിയുമാണ്. ഇതാണ് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള പോൾ. റാമിന്റെ മുത്തശ്ശിയുമാണ്. ക്ലിയർ ആവുന്നല്ലോ? അരുണിന്റെ അമ്മയും റാമിന്റെ മുത്തശ്ശിയുമാണ്. ഓക്കെ. ഇതാ ഇവിടെ നോക്കിക്കോ. റാമിന്റെ മുത്തശ്ശി, റാം എന്ന് പറയുന്ന ആളുടെ മുത്തശ്ശിയുമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. റാമിന്റെ മുത്തശ്ശിയുമാണ്. ഈ റാമിന്റെ മുത്തശ്ശിയാണ് ആര്? രാധ എന്ന് പറയുന്നത്. അപ്പൊ രാധ എന്ന് പറയുന്നത് റാമിന്റെ മുത്തശ്ശിയാണെന്ന് പറഞ്ഞാൽ ഈ റാമിന്റെ മകന്റെ മകനാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? രാധയുടെ മകന്റെ മകനാണ് റാം എന്ന് പറയുന്നത്. രാധയുടെ മകന്റെ മകനാണ് റാം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി എന്താണ് പറയുന്നത്? ഇവര് രണ്ടുപേരും സഹോദരിമാരാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്നുണ്ട് രാധയുടെ മറ്റൊരു മകളാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഈ റാമിന്റെ അച്ഛന്റെ സഹോദരി. അപ്പൊ ഇവര് രണ്ടുപേരും സഹോദരന്മാരാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും അമ്മയാണ് ആരെന്ന് പറയുന്നത്? രാധ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇവിടെ ഇനി ബാക്കി പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയേ വേണ്ട. നമുക്ക് വേണ്ട കാര്യങ്ങളെ അല്ല ഇതിനകത്ത് പറയുന്നത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ചോദിക്കുന്നത്? രാധയുമായി ആർക്കെങ്ങനെ ആണ് എങ്കിൽ രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? രാജു എന്ന് പറയുന്നത് രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. രാജു എന്ന് പറയുന്നത് രാധയുമായി എങ്ങനെ? രാജു എന്ന് പറയുന്നത് രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ രാധയുടെ മകളുടെ മകനാണ്. മകൻ എന്ന് വെച്ചാൽ ചെറുമകനാണ്. ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ ചെറുമകനാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അതാണ്ട് ചെറുമകനാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇപ്പൊ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേപോലെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുത്ത് അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാനും വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ പറയും. അത് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. എപ്പോഴും ബ്ലഡ് റിലേഷൻ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. ഞാൻ ബ്ലഡ് റിലേഷൻ ഒന്നും കൂടെ ഒന്ന് പറയാം. നോക്കാം. രാജു റാമിന്റെ അച്ഛന്റെ സഹോദരിയാണ്. മനസ്സിലായല്ലോ? സഹോദരിയുടെ മകനാണ്. രാജു എന്ന് പറയുന്നത് രാമിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകൻ. നമുക്ക് നോക്കാം. റാമിനെ ഞാൻ എഴുതാം. റാം എന്ന് പറയുന്നത് ആരുടെ? രാമല്ല, രാജു എന്ന് പറയുന്നത് നോക്കി. റാമിന്റെ അച്ഛൻ, ഫാദറിന്റെ സഹോദരി, സിസ്റ്ററിന്റെ മകനാണ്. ഓക്കെ ആണല്ലോ? രാം എന്ന് പറയുന്നത് രാജു എന്ന് പറഞ്ഞ രാമിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ്. ഇത്ര ഓക്കെ ആണല്ലോ?
ഇത്ര ഓക്കെയാണ്. ഇനി എന്താണ് പറയുന്നത്? ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മകനാണ്. വിക്രം രാധയുടെ മകനാണ്. വിക്രം എന്ന് പറയുന്നത് വിക്രം ഒന്നീ വിക്രം രാധയുടെ മകനാണ്. ഒന്നീ വിക്രം എന്ന് വെച്ചാൽ ഈ രാമന്റെ അച്ഛനാവാം വിക്രം ആരാണെന്ന് ഇതിനകത്ത് പറയുന്നത്. വിക്രം എന്ന് പറഞ്ഞാൽ രാധയുടെ അച്ഛനാവാം, എന്തുമല്ലോ ആവാം. ഓക്കെ യെസ്. അപ്പൊ അതുകൊണ്ട് രാമന്റെ അച്ഛനാവാം. ഓക്കെ, രാമന്റെ അച്ഛനാവാം വിക്രം, അല്ലെങ്കിൽ വിക്രം എന്ന് പറഞ്ഞാൽ വേറെ വ്യക്തി അങ്ങ് എഴുതിയ വിക്രം. ഓക്കെ, വിക്രം എന്ന് പറഞ്ഞാൽ രാധയുടെ എന്താണ്, രാധയുടെ മകനാണ് വിക്രം. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, രാധയുടെ മകനാണ് വിക്രം എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ രാധ അരുണിന്റെ അമ്മയും, അപ്പൊ വേറെ മകനുണ്ടായിരിക്കും അരുൺ. ഈ അരുണിന്റെ അമ്മയാണ് രാധ, അരുണിന്റെ അമ്മ. അപ്പൊ ഇവരെല്ലാവരും എന്താണ്, അരുണിന്റെ അമ്മയാണ് രാധ എന്ന് പറഞ്ഞു. ഇനി ഇവരിലേക്ക് ഒരു കണക്ഷൻ കൊണ്ടുവരാൻ പോകും. ഇതിലേക്ക് കൊണ്ടുവരുന്ന കണക്ഷനാണ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ അമ്മയും രാമിന്റെ മുത്തശ്ശിയുമാണ്, അല്ലെങ്കിൽ രാമിന്റെ മുത്തശ്ശിയുമാണ്. ഓക്കെ ആണല്ലോ. ഈ രാമിന്റെ മുത്തശ്ശിയാണ് ആര്, രാധ എന്ന് പറഞ്ഞാൽ ഈ മുത്തശ്ശി ആവണമെങ്കിൽ അച്ഛന്റെ അമ്മയായിരിക്കണം. അച്ഛന്റെ അമ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്, മുത്തശ്ശി എന്ന് പറയുന്നത്, അല്ലയോ? അച്ഛന്റെ അമ്മയാണ് നമ്മൾ മുത്തശ്ശി എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിൽ ഒരു കണക്ഷൻ വന്നു. ഇങ്ങനെ ആവണമെന്നുണ്ട് എങ്കിൽ രാധയുടെ മക്കളാണ് ഈ കിടക്കുന്നവരെല്ലാവരും രാധയുടെ മക്കളാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ രാധയുടെ മക്കളാണ് ഈ ഇദ്ദേഹം, ഇവരെല്ലാം രാധയുടെ മക്കളാണ്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എങ്കിൽ രാധ ആരുമായിട്ട്, രാജുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ, രാജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ രാധയുടെ മകൻ, കാര്യം ഇവർ തമ്മിൽ സഹോദരനും സഹോദരിയാണെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന രാമിന്റെ മുത്തശ്ശിയാണ് രാധ എന്ന് പറഞ്ഞാൽ രാധയുടെ മക്കളാണ് ആര്, ഈ പറയുന്ന രാമന്റെ അച്ഛനും അതേപോലെ തന്നെ ഈ സഹോദരി, ഇവർ രണ്ടുപേരും ഇവരുടെ മക്കളാണ്. അപ്പൊ എന്താണ്, ഈ പറയുന്ന രാധയുടെ മകളുടെ മകനാണ്. മകളുടെ മകൻ എന്ന് വെച്ചാൽ ചെറുമകൻ. നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ ചെറുമകനാണ്. പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് നമ്മളെ ക്വസ്റ്റ്യൻ വെറുതെ വഴിതെറ്റിക്കാനും വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ബ്ലഡ് റിലേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ചെയ്യണം. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പല പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കണം. ക്വസ്റ്റ്യൻ പല പ്രാവശ്യം വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യാവുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നോക്കിയേ, 26/1/2025 ഞായറാഴ്ചയാണെങ്കിൽ 26/1/2028 ഏത് ദിവസമായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? 26/1/2025 ഞായറാഴ്ചയാണ് എങ്കിൽ 26/1/2028 ഏത് ദിവസമായിരിക്കും? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കിയേ, നമുക്ക് ആകെപ്പാട് അറിയാം എത്ര, ഒരു ഞായറാഴ്ചയെ കുറിച്ച് മാത്രം അറിയാം. ഞായർ. ഓക്കെ, ഞായറാഴ്ച എന്താണ്, ഞായറാഴ്ചയെ കുറിച്ച് മാത്രം നമുക്കറിയാം. 2025. ഓക്കെ, 2025 26/1/2025 ഞായറാഴ്ചയാണെന്ന് അറിയാം. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം നമുക്ക് അറിയേണ്ടത് 2028 എന്താണ്, 26/1/2028. 2028 ജനുവരി 26 ഏത് ദിവസമാണെന്നാണ് അറിയേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, ജനുവരി 26 ഏത് ദിവസം? ഓക്കെ, നമുക്ക് ഇവിടെ ആകെപ്പാട് അറിയാവുന്നത് ഒരു ഞായറാഴ്ചയെ കുറിച്ച് മാത്രമാണ് അറിയുന്നത്. 2025 ഞായറാഴ്ചയാണ്. 2025 ജനുവരി 26 ഞായറാഴ്ചയാണ്, അല്ലെങ്കിൽ 26/1/2025 ഞായറാഴ്ചയാണ്. നമുക്ക് എന്താണ്, 26, 27, 28 എത്ര വർഷമുണ്ട്? 3 വർഷമുണ്ട്. 26, 27, 28. അപ്പൊ 28 അതേ ദിവസം തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പൊ 25 മുതൽ 28 വരെ എത്ര വർഷം ഉണ്ടെന്ന് വെച്ചാൽ 3 വർഷമാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ഒരു 3 കൂട്ടണം. ഇത്രയും ചെയ്യാമല്ലോ. ഇത്രയും ചെയ്യുന്ന എന്തെങ്കിലും പാടുണ്ടോളൂ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഒരു 3 അങ്ങ് കൂട്ടി. ക്ലിയർ ആവുന്നുണ്ടേ? ഓക്കെ, നമ്മൾ 3 കൂട്ടിയപ്പോൾ നമുക്ക് എന്തുണ്ട്, ഞായർ +3 എന്ന് കിട്ടി. ഇനി ഈ പറയുന്ന 25 മുതൽ 28 വരെയുള്ള ഏതെങ്കിലും അതിവർഷങ്ങളുണ്ടോ എന്ന് നോക്കണം. അതിവർഷം മീൻസ് ലീപ്പ് ഇയർ വല്ലതും ഉണ്ടോ നോക്കണം. 25 ലീപ്പ് ഇയർ അല്ല, 24 ലീപ്പ് ഇയർ അല്ല, 25 ലീപ്പ് ഇയർ അല്ല, 26 ലീപ്പ് ഇയറാ, 26 ലീപ്പ് ഇയർ അല്ല, 27 ലീപ്പ് ഇയർ അല്ല, പക്ഷെ 28 ലീപ്പ് ഇയറാണ്. ശ്രദ്ധിച്ചോണം. അപ്പൊ 25 ആണ് തന്നേക്കുന്നത്. അപ്പൊ 25 ലീപ്പ് ഇയർ അല്ല, 26 ലീപ്പ് ഇയർ അല്ല, 27 ലീപ്പ് ഇയർ അല്ല, പക്ഷെ 28 ലീപ്പ് ഇയറാണ്. 28 ലീപ്പ് ഇയർ ആണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ 28-ന് എഫക്റ്റ് ഉള്ള 28 ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ലീപ്പ് ഇയർ ആണോ നോക്കണം. എന്താണ് എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ട ദിവസത്തിന്റെ ഇടയിൽ ഫെബ്രുവരി 29 കയറി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഫെബ്രുവരി 29 കയറി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം
നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ദിവസം കൂടെ കൂട്ടണം. എത്ര ലീപ്പ് ഇയർ വരുന്നുണ്ടോ ആ ലീപ്പ് ഇയറിന്റെ ഇടയിൽ ഫെബ്രുവരി 29 എപ്പോഴൊക്കെ കയറി വന്നിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസം അഡീഷണൽ ആയിട്ട് കൂട്ടണം. ക്ലിയർ ആവുന്നുണ്ടോ? ഫെബ്രുവരി 29 കയറി വന്നിട്ടുള്ള ആ ലീപ്പ് ഇയറിനെല്ലാം അഡീഷണൽ ഒരു ദിവസം കൂട്ടണം. ഇവിടെ അതിവർഷമൊക്കെ തന്നെയാണ്, പക്ഷെ ഫെബ്രുവരിയിൽ എത്തിയിട്ടില്ല. നമ്മൾ ജനുവരി നിൽക്കുക, 1-ാം മാസം നിൽക്കുക, 1-ാം മാസം 26-ാം തീയതി നിൽക്കുക, ജനുവരിയിൽ നിൽക്കുക. ഫെബ്രുവരി 28 വരെ ആണെങ്കിലും കൂട്ടാൻ പാടില്ല. 29 തൊട്ട് വരുമ്പോൾ ഒരു ദിവസം അഡീഷണൽ കയറി വരും. അപ്പം നമുക്ക് ഒരു ദിവസം മാറും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ നമ്മൾ അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ചിലരൊക്കെ പറയാറുണ്ട് അതിവർഷമാണെങ്കിൽ ഒരു ദിവസം കൂടെ കൂട്ടണം, അതിവർഷമാണെങ്കിൽ ഒരു ദിവസം കൂടെ കൂട്ടാൻ പാടില്ല. അതിവർഷമാണെങ്കിൽ പോലും ഈ പറയുന്ന കാലയളവിനിടയിൽ എന്താണ് ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ മാത്രമേ ഫെബ്രുവരി 29 ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു ദിവസമേ ഇല്ല. 29 കയറി വരുന്നതേ ഇല്ല, ഫെബ്രുവരി 29 കയറി വരുന്നതേ ഇല്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഞായറിൻ്റെ കൂടെ 3 ദിവസം കൂട്ടിയാൽ മതി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ ബുധനാഴ്ച ആയിരിക്കും കേട്ടോ. ബുധനാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ബുധനാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? വളരെ സിമ്പിളാണ്, കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഡിഗ്രി ലെവലിന് പരീക്ഷയ്ക്ക് എപ്പോഴും പോകുമ്പോഴും അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് തന്നെ വേണം പോകാൻ. ഇവിടെ ലീപ്പ് ഇയറിനകത്ത് ഉറപ്പായിട്ടും പണി കിട്ടിയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ ആണ്. ഓപ്ഷനകത്ത് വ്യാഴാഴ്ച വ്യാഴം കിടപ്പുണ്ട്. ചിലർ അതിവർഷം പറഞ്ഞ ഒരു ദിവസം കൂട്ടും. നമുക്ക് അത്യാവശ്യം ഡിഗ്രി ലെവല് മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നവരാലും പ്രിലിംസ് എഴുതാൻ പോകുന്നവരാലും പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ. ചില പരീക്ഷയുടെ ക്വസ്റ്റ്യനൊക്കെ അങ്ങ് വളരെ ലോ ആക്കി കളയും. കഴിഞ്ഞ എസ്സേയുടെ പരീക്ഷനൊക്കെ വളരെ ലോ ആക്കി കളഞ്ഞായിരുന്നു. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 2 സംഖ്യകളുടെ ആകെ തുക 150ഉം അവയുടെ ഗുണനഫലം 45ഉമായാൽ അവയുടെ വ്യുൽക്രമത്തിന്റെ തുക എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ എന്താണ്, 2 സംഖ്യകളുടെ ആകെ തുക 150ഉം 2 സംഖ്യകളുടെ ആകെ തുക 150ഉം അവയുടെ ഗുണനഫലം 45ഉമായാൽ അവയുടെ വ്യുൽക്രമത്തിന്റെ തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇന്ന് നമുക്ക് ചെയ്യാൻ എളുപ്പം ഷോർട്ടായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. പിന്നെ അതിന്റെ പ്രോപ്പർ രീതി ഞാൻ പറഞ്ഞുതരാം. 2 സംഖ്യകളുടെ തുകയും ഗുണനഫലവും തന്നിട്ട് അവയുടെ വ്യുൽക്രമങ്ങളുടെ തുക, വ്യുൽക്രമം എന്ന് വെച്ചാൽ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കലിന്റെ തുകയാണ് നമ്മളോട്, റെസിപ്രോക്കലിന്റെ തുക എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ച് ചെയ്യണ്ട. തുക എത്ര കിട്ടിയേക്കുന്നത്? നമുക്ക് തുക എത്ര കിട്ടിയേക്കുന്നത്? 150 തുക. ആ 150 അങ്ങ് മണ്ടയ്ക്ക് എഴുതണം. ഓക്കെ ആണല്ലോ? വൈ ഗുണനഫലം എത്ര കിട്ടിയേക്കുന്നത്? 45 അത് താഴെ എഴുതണം. ഓക്കെ ആണല്ലോ? 150/45 ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, 150/45. പക്ഷെ ഓപ്ഷനകത്ത് ഈ ആൻസർ കാണത്തില്ല. കാരണം എന്താ, ഇതിന് വെട്ടിച്ചെറുതാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വെട്ടിച്ചെറുതാക്കാം. ഓക്കെ, 15 വെച്ച് കിട്ടുമ്പോൾ ഒരു 15. ഓക്കെ ആണല്ലോ? ഒരു 15 0 കൊടുത്തു. 3 15 45. 10/3. 10/3 ഓപ്ഷനകത്തുണ്ടോ എന്ന് നോക്കണം. 10/3 ഓപ്ഷനകത്തുണ്ട്. ഡി ഓപ്ഷനാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയും കാര്യമുള്ളൂ. 2 സംഖ്യകളുടെ തുകയും തന്നു, ഗുണനഫലവും തന്നിട്ട് അവയുടെ വിൽക്രമങ്ങളുടെ തുക ചോദിച്ചാൽ, വിൽക്രമങ്ങളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമുണ്ട്. സംഖ്യകളുടെ തുക എടുത്ത് മണ്ടയ്ക്ക് എഴുതുക, ഗുണനഫലം എടുത്ത് താഴെ എഴുതുക. വെട്ടി ചെറുതാക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെറുതാക്കിയേക്കുക. അപ്പോൾ വെട്ടി ചെറുതാക്കാൻ പറ്റും. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് രീതിയിൽ എങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒന്നാമത്തെ സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം, എക്സ്. രണ്ടാമത്തെ സംഖ്യ നമുക്ക് വൈ എന്ന് എടുക്കാം. ഒന്നാമത്തെ സംഖ്യ എക്സും രണ്ടാമത്തെ സംഖ്യ വൈയുമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ തുകയെന്ന് വെച്ചാൽ എന്തോ? തുകയെന്ന് വെച്ചാൽ എക്സും വൈയുടെ കൂട്ടുന്നത് എക്സ് പ്ലസ് വൈ. തുകയെന്ന് പറയുന്നത് എക്സും വൈയുടെ കൂടെ എക്സ് പ്ലസ് വൈ. അത് ഓൾറെഡി ഒരു ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 150 എക്സും വൈയുടെ കൂട്ടുമ്പോൾ 150 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവയുടെ ഗുണനഫലം എക്സും വൈയുടെ ഗുണിക്കുന്നില്ല. എക്സ് ഇൻറ്റു വൈ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് വൈ. ഈ എക്സ് വൈ എന്ന് പറയുന്നത് ഓൾറെഡി അവരെന്ന് പറയുന്നുണ്ട് 45 എന്നും പറയുന്നുണ്ട്. തുക എന്ന് പറഞ്ഞാൽ 150 തന്നിട്ടുണ്ട്. ഗുണനഫലം എത്രയാണ്? 45 എന്നും തന്നിട്ടുണ്ട്. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവയുടെ വിൽക്രമം, എക്സിന്റെ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഏത് നമ്പർ എഴുതിയാലും താഴെ ഒന്നുണ്ട്. അവിടെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ തിരിച്ചെഴുതുന്ന 1/x ആണ്. 1/x. ഇവിടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് നമുക്ക് എക്സ് എഴുതിയാൽ അതിന്റെ താഴെ എപ്പോഴും ഒന്നുണ്ട്. അത് തിരിച്ചെഴുതുന്ന റെസിപ്രോക്കൽ. അപ്പൊ എന്താ? 1/x. ഓക്കെ, വൈ എഴുതിയാൽ വൈയുടെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ഇത് തിരിച്ചിടുന്നതാണ്. തിരിച്ചിടുമ്പോൾ എന്താ? 1/y എന്ന് വരും. അപ്പൊ എന്താ? 1/y എന്ന് എഴുതാം. 1/y. അപ്പൊ 1/x 1/y അതാണ് റെസിപ്രോക്കൽ. ഇവിടെ തുക എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ കൂട്ടുക. ഓക്കെ ആണല്ലോ? ഇതെങ്ങനെ കൂട്ടുന്നത്? ആദ്യം ചേരങ്ങൾ തമ്മിൽ ഗുണിക്കുക. എക്സ് ഇൻറ്റു വൈ. ഓക്കെ, എക്സും വൈയുടെ ഗുണിക്കുന്ന എക്സ് വൈ. ഇത് ക്രോസ് ചെയ്യാം. 1 ഗുണം എക്സ് എന്ന് വെച്ചാൽ എക്സ് എ പ്ലസ് ഇത് ക്രോസ് ചെയ്യാം. 1 ഗുണം വൈ എന്ന് വെച്ചാൽ വൈ എ. അപ്പൊ എന്താ? വൈ. ഇവിടെ 1 ഗുണം വൈ അല്ലേ? ഇപ്പൊ വൈ തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 1 ഗുണം വൈ പ്ലസ് 1 ഗുണം എക്സ് എ ഡിവൈഡഡ് ബൈ എക്സ് ഗുണം വൈ എക്സ് വൈ. തിരിച്ചെഴുതിയാലും വൈ എക്സ് എടുത്ത് ഞാൻ ആദ്യം എഴുതിയാൽ പറയും തെറ്റത്തൊന്നുമില്ല. കാര്യം എന്താ? 2 3 കൂട്ടിയാൽ 5.
3ഉം 2 കൂടെ കൂട്ടിയാലും 5. 2 3 കൂട്ടിയാലും 3ഉം 2 കൂട്ടിയാലും 5 തന്നെ. എന്ന് വെച്ചാൽ എക്സും വൈയുടെ കൂട്ടിയാലും വൈ എക്സൂടെ കൂട്ടിയാലും ഒരേ ഉത്തരം തന്നെ, യാതൊരു മാറ്റമില്ല. അപ്പോൾ എക്സും വൈയുടെ കൂട്ടുമ്പോൾ വൈ എക്സൂടെ കൂട്ടുമ്പോൾ ഓൾറെഡി നമ്മൾ എഴുതേണ്ട എക്സും വൈ അല്ലെങ്കിൽ വൈ എക്സൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 150. അത് നമ്മൾ മേളിൽ എഴുതി. ഓക്കെ, എക്സ് ഗുണം വൈ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് വൈ എത്ര? 45. ഓക്കെ ആണല്ലോ, 45. അപ്പോൾ എന്താ 150/45? അതന്നെ എഴുതി വെച്ചിരിക്കുന്നത് 150/45. അതിനെ വെട്ടി ചെറുതാക്കുമ്പോൾ എത്ര? 10/3 എന്നുള്ള ഉത്തരം കിട്ടും. 10/3. ഓക്കെ, ഇങ്ങനെ ചെയ്ത് സമയമൊന്നും കളയേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ട് സംഖ്യകളുടെ തുകയും ഗുണനഫലവും തന്നിട്ട് അവിടെ വിൽക്രമങ്ങളുടെ തുക ചോദിച്ചാൽ തുക എടുത്ത് മണ്ടയ്ക്ക് എഴുതുക, ഗുണനഫലം എടുത്ത് താഴെ എഴുതുക, വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കിയേക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ ആണോ ഇവിടെ? സിമ്പിൾ അല്ലേ ഇവിടെ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ഒക്കെ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ, 12:20 ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള കോണളവ് എത്ര? ഓക്കെ ആണല്ലോ. 12:20 ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഇതാണ്. അപ്പൊ നമ്മൾ സാധാരണ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നമ്മളെ കോണളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇതാണ്. 30h - 11/2m എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. 30h - 11/2m ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമ്മളിനി ഇവിടെ പറയുന്ന സമയം 12 ആയതുകൊണ്ട് മണിക്കൂർ 12 ആണ് എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട, അവളെ എളുപ്പമാർഗം ചെയ്യുക. മണിക്കൂർ 12 ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ 11/2m മാത്രം അങ്ങ് ചെയ്താൽ മതി. മൊത്തത്തിൽ ചെയ്ത് നോക്കണ്ട. എന്ത് ചെയ്താൽ മതി? 11/2m മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് 11/2 × m നമുക്ക് എഴുതാം. 11/2 × m. ഇവിടെ m എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിറ്റ് ആണ്, h എന്താന്ന് വെച്ചാൽ മണിക്കൂറാണ്. അപ്പൊ h എന്ന് വെച്ചാൽ മണിക്കൂറും m എന്ന് വെച്ചാൽ മിനിറ്റും ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തുണ്ട്? 11/2 × മിനിറ്റ്. മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 20 കൊടുക്കാം. 20 കൊടുക്കുമ്പോൾ 30, ഇവിടെ കിട്ടുമ്പോൾ 30, 10, 15 × 10 30, 110 ഡിഗ്രി. ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ ബി ഓപ്ഷൻ ആണ് ആൻസർ. 110 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമ്മുടെ ഇക്വേഷൻ 30h - 11/2m ആണ്. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് 30h - 11/2m ചെയ്യുമ്പോഴാണ് നമുക്ക് എന്റെ ആൻസർ കിട്ടുന്നത്. നമ്മൾ പക്ഷേ ഒരു കാര്യം ചെയ്താൽ മതി. പറയുന്ന സമയം 12 ആണ് എങ്കിൽ നമുക്ക് 11/2m മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ കിട്ടുന്ന ഉത്തരം 180-നെക്കാട്ട് കൂടുതലെങ്ങാനും വന്നു പോയാൽ നിങ്ങൾ അത് 360 നിന്ന് കുറച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? 360 കുറച്ചുള്ള ആൻസറിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, ഇവിടെ ആൻസർ 110 ഡിഗ്രിയാണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒരു തുക ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 5 വർഷത്തേക്ക് കൊടുത്തു. 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നു എങ്കിൽ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എങ്കിൽ നിക്ഷേപിച്ച തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഒരു തുക ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നു എങ്കിൽ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. 2% കൂടുതൽ പലിശ കൊടുത്തിരുന്നെങ്കിൽ 5000 രൂപ അധികം കിട്ടുമായിരുന്നു. ഓക്കെ, എങ്കിൽ നിക്ഷേപിച്ച തുക എത്ര രൂപയാണ് അവിടെ നിക്ഷേപിച്ചേക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാര്യമൊന്നുമില്ല, വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്കണം, ഒരു തുക ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 5 വർഷത്തേക്കാണ് കൊടുത്തിരുന്നത്. 2% കൂടെ കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് എന്താണ്? 5000 രൂപയുടെ അധികം കിട്ടിയേനെ. 5000 രൂപയുടെ അധികം കിട്ടിയേനെ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ നോക്കണം, ഈ 2% പലിശ നമുക്ക് ഈ 2% പലിശ എന്ന് പറയുന്നതാണ് 5000 രൂപ. 2% പലിശ എന്ന് പറയുന്നത് 5000 രൂപയാണ്. ഓക്കെ ആണ്? 2% പലിശ 5000 രൂപ. നമുക്ക് നോക്കാം. ഈ 5000 രൂപ എന്ന് പറയുന്നത് 2% പലിശ എന്ന് പറയുമ്പോഴും ഒരു കുഴപ്പം അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റ് അവിടെ കിടപ്പുണ്ട്. ഈ 5000 രൂപ കൂടുതൽ കിട്ടുന്നത് എത്ര വർഷത്തേക്കാന്ന് വെച്ചാൽ 5 വർഷത്തേക്കാണ് അയാൾക്ക് കൂടുതൽ കിട്ടുന്നത്. 5 വർഷത്തേക്കാണ്. ഏത് ബാങ്കും അവരുടെ പലിശ നിരക്ക് അല്ലെങ്കിൽ പലിശ കണക്കാക്കുന്നത് 1 വർഷത്തേക്കാണ്. ഏത് ബാങ്ക് അവരുടെ പലിശ കണക്കാക്കുന്നത് എത്ര വർഷത്തേക്കാണ്? 1 വർഷത്തേക്ക്. ഈ 5 വർഷത്തേക്കാണ് ആർക്ക് അയാൾക്ക് എത്ര കിട്ടുന്നത്? 5000 രൂപ അധികം കിട്ടുന്നത്. 5 വർഷത്തേക്കാണ് 5000 രൂപ അധികം കിട്ടുന്നത്. അപ്പോൾ 1 വർഷത്തേക്ക് അയാൾക്ക് എത്ര രൂപ അധികം കിട്ടും നോക്കാം. അപ്പോൾ നോക്കണം, എന്ത് ചെയ്താൽ മതി? 5000/5. 5 വർഷത്തേക്കാണ് അയാൾക്ക് 5000 കിട്ടുന്നതെങ്കിൽ 1 വർഷത്തേക്ക് എത്ര കിട്ടുന്നത്? 5000 കൊണ്ട് പിടിക്കുമ്പോൾ 1000 രൂപ. അപ്പോൾ 1 വർഷത്തേക്ക് 1000 രൂപയെ അധികം കിട്ടുന്നുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 1 വർഷത്തേക്ക് 1000 രൂപയാണ് അധികം കിട്ടുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 5 വർഷത്തേക്ക് 5000 കിട്ടിയാൽ 1 വർഷത്തേക്ക്
വർഷത്തേക്ക് 1000 രൂപ കിട്ടും. ഒരു വർഷമാണ്. ശതമാനം എപ്പോഴും പറയുന്നത് 2% കൂടുതൽ പലിശ കിട്ടുമെന്ന് പറയുന്നത് ഓരോ വർഷവും 2% വീതം കൂടുതൽ കിട്ടുമെന്ന് പറയുന്നത്. ഓരോ വർഷവും 2%. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 2% എന്ന് പറയുന്നത് 1000 രൂപയാണ് കേട്ടോ. 2% എന്ന് പറയുന്നത് 1000. ഒരു വർഷത്തേക്ക് 2% വെച്ച് അധികം കൊടുക്കുമ്പോഴാണ് അയക്ക് എന്താണ് 1000 രൂപയെ ഒരു വർഷം അധികം കിട്ടുന്നത്. അങ്ങനെ 5 വർഷത്തേക്കാണ് 5000 രൂപ അധികം കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ബാങ്ക് എപ്പോഴും പലിശ കണക്കാക്കുന്ന 5 വർഷത്തിന് 10 വർഷമൊന്നുമല്ല, ഒരു വർഷത്തേക്കാണ്. അപ്പോൾ 2% പലിശ എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് 2% കിട്ടും. അങ്ങനെ 5 വർഷത്തിൽ അയാൾക്ക് മൊത്തം കിട്ടുന്നതാണ് 5000. മൊത്തത്തിൽ കിട്ടുന്നതാണ് 5000 രൂപ. 5 വർഷത്തേക്ക് 5000 രൂപ കിട്ടുന്നെങ്കിൽ ഒരു വർഷത്തേക്ക് അയാൾക്ക് 1000 രൂപ ആയിരിക്കും കിട്ടുന്നത്. ഒരു വർഷത്തേക്ക് 1000 രൂപയായിരിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലോ? ഒരു വർഷത്തേക്ക് 1000 രൂപ കിട്ടും. ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശ നിരക്ക് 2%. അപ്പോൾ 2% 1000 രൂപയാണെങ്കിൽ അവിടുത്തെ മൊത്തം അയാൾ ഇടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 100%. 100% എമൗണ്ട് എത്ര? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കിട്ടുമെങ്കിൽ നിക്ഷേപിച്ച തുക എത്രയാണെന്ന് വെച്ചാൽ നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ്? 1000 രൂപയാണ്. നിക്ഷേപിച്ച തുക എത്രയാണ്? അതാണ് മുതൽ. അതെന്ന് പറയുന്നത് 100%. നമുക്ക് ഈ 100% മുതൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമുക്ക് 2% 1000 രൂപ എന്ന് പറയാം. എങ്കിൽ 100% എത്രയാണെന്ന് അറിയാം. ഇതിനെ ക്രോസ് ചെയ്ത് ഗുണിച്ച് വെച്ചാൽ അത് ക്രോസ് ചെയ്ത് ഗുണിക്കുമ്പോണ്ടേ 1000 ഇൻറ്റു ഇത് ക്രോസ് ചെയ്യുമ്പോൾ 100. 1000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഈ 2 ഉണ്ടല്ലോ, ഈ 2നെ എടുത്ത് അങ്ങ് താഴെ എഴുതുക. ഇത് ക്രോസ് ചെയ്ത് ഗുണിക്കാൻ ഇവിടുത്തെ നമ്പറിനെ എടുത്ത് താഴെ എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? അതെ, 100ന് 2 വെച്ചിരിക്കുമ്പോൾ 50 നീട്ടും. 50 ഗുണം 1000 എന്ന് പറഞ്ഞാൽ 50000. അയാൾ നിക്ഷേപിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50000 രൂപയാണ്. ബി ഓപ്ഷൻ സി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു കാര്യം എപ്പോഴും ആലോചിച്ചോണം. ഈ 5000 രൂപ അയാൾക്ക് കിട്ടുന്നത് 5 വർഷത്തേക്കാണ് അയാൾക്ക് കിട്ടുന്നത്. ശതമാനം എപ്പോഴും പറയുന്നത് ഒരു വർഷത്തേക്ക് 2% വെച്ച് അധികം കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ 5 വർഷത്തേക്ക് 5000 കിട്ടുന്നാക്ക് ഒരു വർഷത്തേക്ക് 1000 രൂപയെ അധികം കിട്ടുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ എന്താണ്? 2% 1000 രൂപയാണെങ്കിൽ എത്രയാണ്? 100% എത്രയാണെന്ന് അറിയാൻ വേണ്ടി എത്ര മതി? 50000 രൂപ കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ എല്ലാവരും തെറ്റിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ 5000 രൂപ ഈ 2% 5000 രൂപ എന്ന് എടുത്ത് വെച്ചങ്ങ് ചെയ്യും. 2% 5000 രൂപ ആണെങ്കിൽ 100% എത്രയാണെന്ന് ചെയ്താൽ ഇങ്ങനെ കണക്ക് തെറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. 3 സംഖ്യകളുടെ അനുപാതം എന്ന് പറയുന്നത് 3:4:5 ആണ്. 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. ഓക്കെ ആണല്ലോ? അവയുടെ തുക 60 ആണ് എങ്കിൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര? അവയുടെ തുക 60 ആണെങ്കിൽ അവയുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര? അപ്പൊ നോക്കിയാൽ 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. 3:4:5 ആണ് 3 സംഖ്യകളുടെ അനുപാതം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് 3:4:5 ആണ്. പിന്നെ എന്താണ്? അവയുടെ തുക എന്ന് പറയുന്നത് തുക 60 ആണ് എങ്കിൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. സംഖ്യകൾ എത്ര? 3:4:5 അല്ലയോ? അപ്പൊ ഒന്നാമത്തെ സംഖ്യ എത്ര എന്ന് കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂട്ടാ. തുക 60 തന്നിട്ടുണ്ട്. അപ്പൊ മൊത്തോടെ കൂടുമ്പോ 5 4 9 3 12. 12ൽ 3 ആണ് ഒന്നാമത്തെ സംഖ്യ. 12ൽ 3 ആണ് ഒന്നാമത്തെ സംഖ്യ. 12ൽ 4 ആണ് രണ്ടാമത്തെ സംഖ്യ. 12ൽ 5 ആണ് മൂന്നാമത്തെ സംഖ്യ. മനസ്സിലായല്ലോ? അപ്പൊ 12ൽ 3 ഒന്നാമത്തെ സംഖ്യ. 12ൽ മൊത്തോടെ 5 4 9 3 12. 12ൽ 3 എടുക്കുന്നതാണ് ഒന്നാമത്തെ സംഖ്യ. 12ൽ 4 എടുക്കുന്നതാണ് രണ്ടാമത്തെ സംഖ്യ. 12ൽ 5 എടുക്കുന്നതാണ് മൂന്നാമത്തെ സംഖ്യ. ഈ 12 എന്ന് പറയുന്നത് മൊത്തം തുക എല്ലാവരും കൂട്ടുന്നത്. അത് ഓൾറെഡി ക്വസ്റ്റിനെ അവർ പറയുന്നുണ്ട്. എത്ര? 60 ആണ് ഓൾറെഡി ക്വസ്റ്റിന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ ഇൻറ്റു ഇവിടെ 60 കൊടുക്കുക, ഇവിടെ ഇൻറ്റു എന്ത് 60 കൊടുക്കുക, ഇവിടെ 60 കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഒരു 12 12 5 12 60 5 12 60 5 12 അത് 3 5 15. ഒന്നാമത്തെ സംഖ്യ 15 ആണ്. ഒരു 12 12 5 12 60 4 20. രണ്ടാമത്തെ സംഖ്യ 20 ആണ്. ഒരു 12 12 5 12 65 25. മൂന്നാമത്തെ സംഖ്യ 25. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ 15, രണ്ടാമത്തെ സംഖ്യ 20, മൂന്നാമത്തെ സംഖ്യ 25. ഓക്കെ, 25ഉം 15 കൂടുമ്പോൾ 40, 40 കൂടുമ്പോൾ 60. അല്ലെങ്കിൽ നോക്കിയേ 20ഉം 15 കൂടുമ്പോൾ 35, 35ഉം 25 കൂടുമ്പോൾ 60. എല്ലാവരുടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 60 എന്നുള്ള ഉത്തരവും കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 60 എല്ലാവരുടെ കൂട്ടുമ്പോൾ നമുക്ക് 60ഉം കിട്ടി. ഓക്കെ, 25 20 15 ഇവിടെ കൂടെ നമുക്ക് കിട്ടി 60 എന്നുള്ള ഉത്തരവും കിട്ടി. അപ്പോൾ ഓരോ സംഖ്യ 15 20 25. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? അവയുടെ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര? വർഗ്ഗങ്ങളുടെ തുക അപ്പൊ എത്ര? 15ന്റെ സ്ക്വയർ പ്ലസ് 20ന്റെ സ്ക്വയർ പ്ലസ് 20ന്റെ സ്ക്വയർ പ്ലസ് 25ന്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ? 15ന്റെ സ്ക്വയർ പ്ലസ് 20ന്റെ സ്ക്വയർ പ്ലസ് 25ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ എത്ര? 225. ഓക്കെ, 20ന്റെ സ്ക്വയർ എത്ര? 400. 25ന്റെ സ്ക്വയർ എത്ര? 625. ഓക്കെ ആണല്ലോ? 625ഉം 25 600ഉം 400 കൂടുമ്പോൾ 1000, 1000ഉം 200 കൊടുക്കുമ്പോൾ 1200, 1250. എത്ര കിട്ടി? 1250 ആണ് അവയുടെ വർഗ്ഗങ്ങളുടെ തുക എന്ന് പറയുന്നത്. 1250 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ 3 സംഖ്യകൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണം.
മൂന്ന് സംഖ്യകളുടെ റേഷ്യോ എത്ര 3:4:5 ആണ്. മൂന്ന് സംഖ്യകളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:4:5. അവ സംഖ്യകളെല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടും 60 കിട്ടും. അപ്പൊ ഒന്നാമത്തെ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യുക തുക 60 തുക 60 എന്ന് പറയുമ്പോൾ ഇത് എല്ലാം കൂട്ടും 5 4 9 3 12 12ൽ 3 എടുക്കുന്നതാണ് 1 12ൽ 4 എടുക്കുന്നത് 2 12ൽ 5 എടുക്കുന്നത് 3 ഓക്കെ ആണല്ലോ ഇൻറ്റു 60 ഇവിടെ വെട്ടുമ്പോൾ 15 20 25 എന്ന് കിട്ടും. എന്നിട്ട് ഇതെല്ലാം 15ന്റെ സ്ക്വയർ പ്ലസ് 20ന്റെ സ്ക്വയർ പ്ലസ് 25ന്റെ സ്ക്വയർ എന്ന് എഴുതും. ഓക്കെ അപ്പൊ ഇതെല്ലാം കുടുംബം കിട്ടിട്ട് 1250 എന്നിട്ട് 1250 എന്ന് പറയുന്നതാണ് ഇവയുടെ തുക എന്ന് പറയുന്നത്. ഇത്ര ഓക്കെ ആണല്ലോ 1250 തുക കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അവിടെ വർഗ്ഗങ്ങളുടെ തുകയാണ് വെച്ചത് വർഗ്ഗം. അപ്പൊ സ്ക്വയർ എടുത്തിട്ട് അവ തമ്മിൽ കൂട്ടുക. ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ 625 0.16 ഇൻറ്റു 625 ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പോണൻസിനകത്ത് ഇങ്ങനെ പറഞ്ഞല്ലോ ഇക്വേഷൻ പറഞ്ഞു a/m ഇൻറ്റു a/n സമം a/m പ്ലസ് n. ക്ലിയർ ആവുന്നുണ്ടല്ലോ? a/m ഇൻറ്റു a/n സമം a/m പ്ലസ് n. ഒരേ ബേസ് ഉള്ള രണ്ട് സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കൂട്ടുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരേ ബേസ് ഉള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ടൊരു ബേസ് എടുത്തുകൊണ്ട് അവിടെ പവറുകൾ തമ്മിൽ കൂട്ടുക. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങളോട് ശ്രദ്ധിച്ചേ ഇവിടെ രണ്ടിടത്തും ബേസ് എത്ര 625 ആണ്. രണ്ടിടത്തും ബേസ് 620. അപ്പൊ എന്താണ് പൊതുവായിട്ട് ബേസ് ആയ 625 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന പവർ എല്ലാം കൂട്ടുക. ഇവിടെ എല്ലാം മേളിൽ കിടക്കുന്ന പവർ എത്ര 0.16 0.09. അപ്പൊ കൂട്ടാം 0.16 പ്ലസ് 0.09 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? യെസ് നമുക്ക് നോക്കിയേ 0.16 0.09 കൂട്ടുമ്പോൾ 9 6 15 5 ഇഷ്ടം 1 1 2 0.25 കിട്ടും 0.25. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം 625 ചെയ്തിട്ട് 0.25. ഈ 0.25 എന്ന് വെച്ചാൽ കാലെന്നാണ് അർത്ഥം. കാലിന് നമുക്ക് 1/4 എന്ന് എഴുതാം. കാലിന് നമുക്ക് എഴുതാം 1/4. അപ്പൊ എന്ന് എഴുതാം 625 എന്ന് എഴുതാം. അപ്പൊ എല്ലാവരും ചോദിക്കും 1/4 ഞങ്ങൾ അങ്ങനെ പരീക്ഷയിൽ പോയി എഴുതും എന്ന് വല്ല സംശയം ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാ 0.25. ഏത് നമ്പർ എഴുതിയാലും എന്റെ താഴെ ഒരു ഒന്നുണ്ട്. ഏത് നമ്പർ എഴുതിയാലും എന്റെ താഴെ ഒരു ഒന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇതിന്റെ പോയിന്റ് മാറ്റാൻ പോകും. പോയിന്റ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റിന് ഏറ്റവും കൂടുതൽ സ്ഥാനം ഇവിടെ 2 ആണ്. 2 സ്ഥാനത്തിന് പോയിന്റ് മാറ്റാൻ 2 പൂജ്യമുള്ള സംഖ്യയായ 100 കൊണ്ട് ഗുണിക്കണം. എവിടാണോ ഏറ്റവും കൂടുതൽ പോയിന്റ് എവിടാണോ അത്രയും പൂജ്യമുള്ള സംഖ്യ കൊണ്ട് മേളിലും താഴെയും ഗുണിക്കണം. ഇപ്പൊ പോയിന്റ് കഴിഞ്ഞ 2 സ്ഥാനമുണ്ട്. അപ്പൊ 2 പൂജ്യമുള്ള സംഖ്യയായ 100 കൊണ്ട് മേളിലും ഗുണിച്ചു, അതേ 100 കൊണ്ട് എവിടെയും ഗുണിച്ചു താഴെയും ഗുണിച്ചു. ഓക്കെ 100 കൊണ്ട് ഗുണിക്കാന്ന് വെച്ചാൽ ഒരു സംഖ്യ 10 വെച്ച് ഗുണിക്കാന്ന് വെച്ചാൽ ഒരു പോയിന്റ് വലത്തേക്ക് മാറ്റും. 100 വെച്ച് ഗുണിക്കാന്ന് വെച്ചാൽ 2 പോയിന്റ് വലത്തേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 25 എന്നും കിട്ടും. 1 × 100 100 എന്നും കിട്ടും. ഇനി വെട്ടിച്ചെറുതാക്കാം. ഒരു 25 25 4 25 100. ആൻസർ 1/4 എന്ന് കിട്ടും. എത്ര കിട്ടും? 1/4. അങ്ങനെയാണ് ഈ 1/4 എന്നുള്ള ഉത്തരം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാം? ഈ 25ന് 625 എന്നുള്ള വില മാറരുത്, രൂപം മാറ്റാം. 625 എന്നുള്ള വില ഒരു കാരണവശാലും മാറരുത്. അതിന് പക്ഷെ രൂപം മാറ്റാം. 620 നമുക്ക് എഴുതാം 5/4 എന്ന് എഴുതാം. 5/4 എന്നാണ് 620 ഹോൾ റൈസ് ടു 1/4. 625നെ 5/4 എന്നിങ്ങനെ എഴുതാൻ അറിഞ്ഞുകൂടത്തണ്ടേ? 625 ഫാക്ടറൈസ് ചെയ്യാം. 5 വെച്ചിരിക്കുമ്പോൾ 3 125. വീണ്ടും 5 വെച്ചിരിക്കുമ്പോൾ 3 25. വീണ്ടും 5 വെച്ചിരിക്കുമ്പോൾ 3 ഇടോ 5 5 25 × 5 125 × 5 625 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നില്ല? 5നെ എത്ര പ്രാവശ്യം എഴുതി ഗുണിക്കണം? 1 2 3 4 4 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ് 620. അപ്പൊ 5/4 എന്ന് എഴുതി. നമുക്ക് എന്ത് എഴുതാം? ഈ 4ഉം ഈ 4 ക്യാൻസൽ ആയി പോകും. 4ഉം 4 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 5/1. 5/1 എന്ന് വെച്ചാൽ 5 എന്ന് 5/1 എന്ന് വെച്ചാൽ 5. ഇതെങ്ങനെ ക്യാൻസൽ ആയി പോകുന്നത് വെച്ചാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനാണ്. നോക്കിയേ a/m the whole raised to n എന്ന് വെച്ചാൽ a/m n എന്ന് a/m the whole raised to a/m n m-നോട് ഗുണിക്കുന്നതിലാണ് mn എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്ത് എഴുതാം? ഈ 4ഉം 1/4 ഗുണിക്കുക. ഈ 4ഉം 1/4 ഗുണിക്കുമ്പോൾ ഈ 4ഉം 4 ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് ഈ 1 വരുന്നത്. ഇതിന്റെ ഓരോ വരുന്ന രീതികളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാം. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് കാര്യങ്ങൾ അറിയാവുന്നവർ വടപടയെന്ന് ആൻസർ ചെയ്യും. ഇനി ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അതിനുവേണ്ടിയാണ് ഈ ഓരോ ബേസിക് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ നമ്മളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻ പോലെ ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ചില എടുക്കുന്ന എല്ലാം നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് GP എന്നൊക്കെ പറയുന്ന സാധനങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇത് എക്സ്പോണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ എടുക്കുമ്പോൾ
അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിയണം. അത് നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിക്ക് ബേസിക് ക്ലാസ് എടുക്കും. ടോപ്പിക്ക് ബേസിക് ക്ലാസ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ബേസ് ഇല്ലാത്തതിന് ആ ബേസിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബേസിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല, കാര്യം പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിക്കിൻ്റെ ബേസിലെടുക്കുമ്പോൾ നിങ്ങളത് കുറച്ചുകൂടെ ചിലപ്പോൾ ചിലർക്ക് ചില എക്സ്പോണൻസ് ചിലപ്പോൾ GP ഒക്കെ അറിഞ്ഞുകൂടാത്തതുണ്ടായിരിക്കും. ആ അറിഞ്ഞുകൂടാത്തവർ ഇതിലെല്ലാം കൂടെ ടോപ്പിക് ബേസ്ഡുള്ള ക്ലാസ്സുകളൂടെ കണ്ടതിന് ശേഷം വരുമ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടുന്നത്. ഈ ടോപ്പിക്ക് കിട്ടിയവർക്ക് ഇതൊക്കെ പടപടയെ നമ്മൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ചെയ്തു പോകാൻ പറ്റും. ഓക്കെ ആണല്ലോ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സമാന്തര ട്രാക്കിൽ എതിർദിശയിൽ യഥാക്രമം 200 km/h 160 km/h വേഗതയിലും 240 മീറ്ററും 180 മീറ്റർ നീളമുള്ള രണ്ട് ട്രെയിനുകൾ പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയങ്ങൾ സെക്കൻഡിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എത്ര സെക്കൻഡ് എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. സമാന്തര ട്രാക്കിൽ എതിർദിശയിൽ യഥാക്രമം 200 km/h 160 km/h വേഗതയിൽ 240 മീറ്ററും 180 മീറ്റർ നീളമുള്ള രണ്ട് ട്രെയിനുകൾ ഓടുന്നു. അപ്പോൾ അവ പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയത്താണ് ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലേ? നമ്മൾ സമാന്തര പാതയിലൂടെ രണ്ട് ട്രെയിനുകൾ വരും. ഒന്നാമത്തെ ട്രെയിനിന്റെ വേഗത അവർ പറയുന്നുണ്ട് 200 km/h. രണ്ടാമത്തെ ട്രെയിനിന്റെ വേഗത അവർ പറയുന്നുണ്ട് എത്ര? 160 km/h. ഓക്കെ ആണല്ലോ. ഇനി എന്താ, ഒന്നാമത്തെ ട്രെയിനിന്റെ നീളം പറയുന്നുണ്ട് 240 മീറ്റർ, രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം പറയുന്നുണ്ട് 180 മീറ്റർ. ഇവ പരസ്പരം മറികടന്നു പോകാൻ എടുക്കുന്ന സമയം സെക്കൻഡിൽ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ ഇങ്ങനെ പറയുന്നത് രണ്ട് ട്രെയിനുകളുടെ വേഗത പറയുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ 200 km/h ഒന്നിന്റെ വേഗത 160 km/h 160 km/h. ഓക്കെ ആണല്ലോ. ഓക്കെ, ഒന്നിന്റെ എന്ന് പറഞ്ഞാൽ 200 km/h, അടുത്തത് 160 km/h ആണ്. ഓക്കെ ആണല്ലോ. ഒരു ട്രെയിനിന്റെ നീളം പറയുന്നുണ്ട്. ഒന്നാമത്തെ ട്രെയിനിന്റെ നീളം പറയുന്നുണ്ട് എത്ര? 240 മീറ്ററും അടുത്തെന്ന് വെച്ചാൽ 180 മീറ്ററും എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഇവ പരസ്പരം മറികടന്ന് പോകാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, രണ്ട് വാഹനങ്ങൾ എതിർദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവയുടെ വേഗതകൾ തമ്മിൽ കൂട്ടിക്കണം. രണ്ട് വാഹനങ്ങൾ എതിർദിശയിലാണെങ്കിൽ സഞ്ചരിക്കുന്നെങ്കിൽ അവയുടെ വേഗതകൾ തമ്മിൽ കൂട്ടണം. ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. മനസ്സിലായല്ലോ? വേഗത എതിർദിശയിലാണെങ്കിൽ കൂട്ടണം, ഒരേ ദിശയിലാണെങ്കിൽ കുറയ്ക്കണം. മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് ട്രെയിനുകൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എതിർദിശയിൽ സഞ്ചരിക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ വേഗതകൾ തമ്മിൽ കൂട്ടണം. ഇത് തമ്മിൽ കൂട്ടിയിട്ട് വേണം നമ്മൾ സ്പീഡായിട്ട് എടുക്കുക. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര ഇട്ടിടോ? 360 km/h എന്നുണ്ട്. സ്പീഡ് എത്ര ഇട്ടിടോ? 360 km. അപ്പൊ എതിർദിശയിലാണെങ്കിൽ വേഗതകൾ തമ്മിൽ കൂട്ടുവാണ് കിട്ടുന്നത്. അപ്പൊ അവിടെ വേഗത 360 km/h എന്ന് കിട്ടും. ഇത്ര ഓക്കെ ആണല്ലോ. ഇനി എന്താണ് പറയുന്നത്? ഓക്കെ, ഇനി അവ രണ്ട് ട്രെയിനുകൾ സമാന്തര പാതയിൽ ഒരേ ദിശയിൽ സഞ്ചരിച്ചാലും എതിർ ദിശയിൽ സഞ്ചരിച്ചാലും അവയുടെ നീളങ്ങൾ എപ്പോഴും കൂട്ടിയിരിക്കണം. ഒരേ ദിശയിൽ സഞ്ചരിച്ചാലും എതിർ ദിശയിൽ സഞ്ചരിച്ചാലും നീളം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടും കൂടെ എപ്പോഴും കൂട്ടിയായിരിക്കും എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താ, സമാന്തര ട്രാക്കിൽ എതിരെ പോയാലും കൂട്ടണം, ഒരേ ദിശയിൽ പോയാലും കൂട്ടണം. എന്ത്? നീളം, ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വേഗതയാണ് എതിരെയാകുമ്പോൾ കൂട്ടണം, ഒരേ ദിശയിലാകുമ്പോൾ കുറയ്ക്കണം. അപ്പൊ നോക്കാം, ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ കൂട്ടുന്നതാണ്. കൂട്ടുമ്പോൾ എത്രയിട്ട്? ഓക്കെ, 340 420 അല്ലേ? 420. ഓക്കെ, 420 മീറ്റർ എന്ന് കിട്ടും. 420 മീറ്റർ എന്ന് കിട്ടും. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ യൂണിറ്റുകളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് km/h, ഒന്ന് മീറ്ററിലോ. ഒന്ന് km/h, ഒന്ന് മീറ്ററിലോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ km/h മീറ്ററും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാം? എന്താ, km/h കിടക്കുന്ന സാധനം ഒന്ന് മീറ്റർ കിടക്കും. ഈ യൂണിറ്റുകൾ തമ്മിൽ ചേരത്തില്ല. km/h ചേരുന്ന സമയം എപ്പോഴും അവറും, m/s ചേരുന്ന സമയം എപ്പോഴും സെക്കൻഡ് വരും. km/h ചേരുന്ന സമയം എപ്പോഴും അവറും, km/h ചേരുന്ന സമയം അവറും, m/s സെക്കൻഡുമാണ്. ഇവിടെ മീറ്ററും ഇത് km/h കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്പീഡിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാം. ഈ സ്പീഡ് എന്ന് പറഞ്ഞാൽ 360 km/h അല്ലേ? നിങ്ങൾക്കറിയാം, ഇതൊക്കെ നിങ്ങൾക്കറിയാം. 360 km/h. ഈ km/h m/s മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഇൻഡ് ചെയ്യണം. 5/18, 5/18 കൊണ്ട് ഇൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വെട്ടാം. ഒരു 18
2 18 36, 2 × 5 10 0 100 മീറ്റർ പെർ സെക്കൻഡ് എന്നിട്ട് മനസ്സിലായോ? ഒരു മണിക്കൂറിൽ 360 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാഹനം ഒരു സെക്കൻഡിൽ 100 മീറ്റർ സഞ്ചരിക്കും. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഒരു മണിക്കൂറിൽ 360 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാഹനം ഒരു സെക്കൻഡിൽ എത്ര 100 മീറ്റർ സഞ്ചരിക്കും. അപ്പോൾ സ്പീഡ് കിട്ടി, നമ്മുടെ ഡിസ്റ്റൻസും കിട്ടി. ഇനി ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര? 420. ഓക്കെ, 420 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. 420 മീറ്റർ ബൈ സ്പീഡ് എന്ന് പറയുന്നത് 420 മീറ്റർ ബൈ സ്പീഡ്. സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? സ്പീഡ് എന്ന് പറയുന്നത് എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഈ മീറ്ററോടെ ക്യാൻസൽ ആവും. ഈ സീറോടെ ക്യാൻസൽ ആവും. ഈ 42നെ 10 വെച്ചിരിക്കും. ഒരു സംഖ്യയെ 10 വെച്ചിരിക്കും. ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. 4.2 സെക്കൻഡ്സ് എന്നിട്ട് എത്ര ഇട്ടോ? 4.2 സെക്കൻഡ്സ്. മനസ്സിലാവും? ഒരു സംഖ്യയെ 10 വെച്ചിരിക്കാൻ ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 4.2 സെക്കൻഡ് ആണ് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ 4.2 സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഉണ്ട് 4.2 സെക്കൻഡ്. ഡി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ കൂടെ പറയാം, നോക്കണം. 2 ട്രെയിനുകൾ സമാന്തര പാതയിൽ എതിർ ദിശയിൽ പരസ്പരം മറികടക്കുന്നു പറഞ്ഞാലും ഒരേ ദിശയിൽ പരസ്പരം മറികടക്കുന്നാലും ട്രെയിനിന്റെ നീളങ്ങൾ തമ്മിൽ എപ്പോഴും കൂട്ടണം. ഒരേ ദിശയിലാണ് എതിർ ദിശയിലാണ് നീളം എപ്പോഴും കൂട്ടണം. അപ്പോൾ എന്താ? ഒരു ട്രെയിനിന്റെ നീളം 240 മീറ്റർ, ഒരെണ്ണത്തിന് 180 മീറ്റർ ആകുമ്പോൾ ഇത് എതിരെ ആയതുകൊണ്ടും ഒരേ ദിശയിലാണ് നമ്മൾ കൂട്ടി 240 മീറ്റർ 420 മീറ്റർ എന്ന് കിട്ടി. ഇനി വേഗത എതിരെയാണെങ്കിൽ കൂട്ടണം, ഒരേ ദിശയിലാണെങ്കിൽ കുറയ്ക്കണം. ഇപ്പൊ 2 ട്രെയിനുകൾ സമാന്തര പാതയിൽ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഒന്ന് പോകുന്ന വേഗത 200 km/h, ഒന്ന് പോകുന്നത് 160. എതിരെയായിട്ട് കൂട്ടി എത്ര കിട്ടി? 360 km/h എന്ന് കിട്ടി. ഈ km/h നമ്മൾ മീറ്ററിനോട് മീറ്റർ പെർ സെക്കൻഡ് ചെയ്തോളൂ. ഈ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ചെയ്തു 100 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഇനി ടൈം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 420 ഡിവൈഡഡ് ബൈ 100. മനസ്സിലായല്ലോ? ആൻസർ 4.2 സെക്കൻഡ്സ് എന്നുള്ള ഉത്തരം കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, 90 84 0 90840. 90840ന്റെ 1/4 എടുത്ത ഗുണനം 1/4 1/2 1/5 മൂല്യം എത്ര എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എത്രയാണ്? ഓക്കെ, 1/3 1/3 ഓക്കെ, ഇവിടെ ഒരു 1/3 ഫ്രണ്ടിൽ കിടപ്പുണ്ടേ. ഓക്കെ, എത്രയാണ്? 1/3 2/3 1/4 ഓക്കെ 1/2 1/5 എത്ര? ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ, 90840ന്റെ 1/3 1/4 1/2 1/5 എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാര്യമൊന്നുമില്ല, വളരെ എളുപ്പം. ഇന്ത്യ പറയുമ്പോൾ ഗുണനചിഹ്നം കൊടുത്തിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് ഇന്ത്യയോടും അവിടെയും ഗുണനചിഹ്നം കൊടുത്ത് ഒറ്റയടിക്കും കൊടുത്തു. ഇതാണ് എളുപ്പം. 90 840 840 ഇൻറ്റു ഓക്കെ 1 × 1 × 1 1 ചെയ്യാൻ എളുപ്പത്തിലാണ് ചെയ്യുന്നത്. 3 4 12 12 ഗുണം 3 × 4 12 2 × 5 10 12 × 10 എന്ന് വെച്ചാൽ 120 കിട്ടും. 120 അപ്പോൾ എത്ര? എന്താണ്? 90840ന്റെ 1/120 കാണാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഈ 0 നമ്മളെ ക്യാൻസൽ ചെയ്ത് 0 ക്യാൻസൽ ചെയ്ത്. ഇനി ഇതിനെ 12 വെച്ച് ഹരിക്കുന്നതിൻ്റെ ആൻസർ നോക്കാം. ഒരു 12 12 7 12 84 7 12 84 ഓക്കെ 5 6 5 12 6 6 7 12 84 ഓക്കെ ശിഷ്ടം 6 വരും. ഓക്കെ 5 12 60 ശിഷ്ടം 8 ഓക്കെ 6 ശിഷ്ടം 84 5 12 60 6 12 72 7 12 84 ഓക്കെ 7 12 84 ഓക്കെ. ഇവിടെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി? 7 5 7 757 സി ഓപ്ഷനാണ് ആൻസർ. ഓക്കെ ആണല്ലോ? സി ഓപ്ഷൻ. ഓക്കെ ഓക്കെ സി ഓപ്ഷൻ അത് എടുത്താണ്. ഓക്കെ
ഇവിടാണ് ആൻസർ. ഓക്കെ, നമുക്ക് നോക്കിയേ 90,840 1/3 1/4 1/2 1/5 എത്ര? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതെല്ലാം ഗുണിച്ചു. ഈ 3 12 12 ഗുണം 10 120. അപ്പൊ വേണ്ടേ 90,840 1/120 കിട്ടും. ഈ 0 കിട്ടി. 90,840 12 വെച്ചിട്ട് വിട്ട് 757 757 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗണിത ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എത്ര? ഗണിത ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 6, 12, 18, 18 ഗണിത ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങൾ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനകത്തൊരു ചെറിയ ഈ ചെയ്തതിനകത്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇങ്ങനൊന്നുമല്ല. ഇതാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞത് 6, 12, 18 എക്സെട്ര ഈ ശ്രേണിയുടെ 6, 12, 18 എക്സെട്ര ഈ ശ്രേണിയുടെ പദങ്ങളുടെ തുക സം എന്ന് പറയുന്നത് എന്താണ്? പദങ്ങളുടെ തുക എന്ന് പറയുന്നതാണ് എത്ര? 2790. മനസ്സിലായി? 2790. അപ്പൊ എന്തൊക്കെയാണ്? 6, 12, 18 എക്സെട്ര ഈ ശ്രേണിയുടെ തുകയാണ് 2790. അതേപോലെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ 13, 19, 25 എക്സെട്ര ഈ ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എത്ര? ഇവിടുത്തെ ആദ്യത്തെ 30 പദങ്ങളുടെ തുകയാണ്. ഇവിടുത്തെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യനകത്ത് PPT ഇതിനകത്തുള്ള ക്വസ്റ്റ്യനകത്ത് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ യഥാർത്ഥം ഇങ്ങനെയാണ്. 6, 12, 18 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക 2790 ആയാൽ എന്താണ് പറയുന്നത്? എന്താണ് 13, 19, 25 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാം. ഇത് സ്കൂൾ ടെക്സ്റ്റിനകത്തൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിനകത്തുള്ള. ഇപ്പൊ പുസ്തകം മാറി വന്നിട്ടുണ്ട്, പുതിയ പുസ്തകം മാറി വന്നതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഒന്നും കാണുന്നില്ല. ശ്രദ്ധയിൽപ്പെട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് കണ്ടില്ല. കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിനകത്തൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ? ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 6, 12, 18 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 2790 ആയാൽ 13, 19, 25 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ നിങ്ങൾ ഒറ്റ കാര്യം നോക്കണം. ഇവിടുത്തെ പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കണം. 6ന്റെ കൂടെ 6 കൂടുമ്പോൾ 12, 12ന്റെ കൂടെ 6 കൂടുമ്പോൾ 18. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് പറഞ്ഞാൽ 6 ആണ് കോമൺ ഡിഫറൻസ്. ഇനി ഇവിടുത്തെ നോക്കിയേ 13ന്റെ കൂടെ 6 കൂടുമ്പോൾ 19, 19ന്റെ 6 കൂടുമ്പോൾ 25. ഇവിടുത്തെയും കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6. രണ്ടിടത്തും കോമൺ ഡിഫറൻസ്, ഈ രണ്ട് ശ്രേണിയുടെയും കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി അതുകൂടാതെ എന്താണ് പദങ്ങളുടെ എണ്ണം? ഇവിടെ എത്ര? ആദ്യത്തെ 30 പദങ്ങൾ എന്താ പറയുന്നത്? ഇവിടെ എന്താ? ആദ്യത്തെ 30 പദങ്ങളുടെ തുക എത്ര? രണ്ടിടത്തും പദങ്ങളുടെ എണ്ണം n പറയുന്നതും രണ്ടിടത്തും 30 തന്നെ. n എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും 30. പദങ്ങളുടെ എണ്ണവും തുല്യമാണ്, പൊതുവ്യത്യാസവും തുല്യമാണെങ്കിൽ, ശ്രദ്ധിച്ചോണം, പദങ്ങളുടെ എണ്ണവും തുല്യമാണ്, പൊതുവ്യത്യാസവും തുല്യമാണ് എങ്കിൽ, പദങ്ങളുടെ എണ്ണവും പൊതുവ്യത്യാസവും തുല്യമാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ എണ്ണവും പൊതുവ്യത്യാസവും തുല്യമായിട്ട് വരുന്ന കേസിൽ ഒരു ശ്രേണിയുടെ ഒരെണ്ണത്തെ ശ്രേണി എന്നിട്ട് തുക എന്നിട്ട് അടുത്തതിന്റെ തുക നമ്മളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ രണ്ട് ശ്രേണിയിലെ ആദ്യത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. ആദ്യത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഇവിടുത്തെ ശ്രേണിയുടെ 13, ഇവിടുത്തെ എത്ര? 13 6 കൊടുക്കുക, അപ്പോൾ എത്ര കിട്ടും? 7 എന്നിട്ടും ഈ ശ്രേണിയിൽ ആദ്യത്തെ പദം ഈ ശ്രേണിയിൽ ആദ്യത്തെ പദം തമ്മിൽ കുറയ്ക്കുക. ഈ രണ്ട് ശ്രേണിയിലെ ആദ്യത്തെ പദങ്ങൾ തമ്മിൽ കുറയ്ക്കുക, അപ്പം നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. 7 എന്നിട്ട് ഇത്രയും ചെയ്യാമല്ലോ. എന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, പദങ്ങളുടെ എണ്ണം എത്ര? പദങ്ങളുടെ എണ്ണം 30. ഈ 30 കൊണ്ട് ഈ 7 ഗുണിക്കണം. 30 ഗുണം 7, 30 ഗുണം 7, 7 21, 210 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? 30 ഗുണം 7 21, 210 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ എന്നിട്ട് അപ്പൊ ഈ ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ഇതിനകത്ത് എത്ര? 30 ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പദങ്ങളുടെ വ്യത്യാസം എത്ര കിട്ടി? 6, 7 കിട്ടി. അതിനെ പദങ്ങളുടെ എണ്ണമായ 7 കൊണ്ട് 30 കൊണ്ട് ഗുണിച്ചപ്പോൾ 210 കിട്ടി. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ലോജിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ശ്രേണിയിലെ പദങ്ങളുടെ തുകയാണ് 2790. ഈ ശ്രേണിയെക്കാട്ടിൽ, ഈ ശ്രേണിയിലെ പദങ്ങളുടെ തുകയേക്കാൾ
210 കൂടെ കൂടുതൽ ഈ ശ്രേണിയിലെ പദത്തിന് തുക കാണത്തുള്ളൂ. മനസ്സിലായി? ഈ പദത്തിൽ ഈ ശ്രേണിയിലെ പദങ്ങളുടെ തുകയേക്കാൾ 210 കൂടെ കൂടുതൽ ഈ ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഈ ശ്രേണിയിലെ പദങ്ങളുടെ തുകയല്ലേ കണ്ടുപിടിക്കണ്ടേ? യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ Sn = n/2 × 2a + n - 1 × d എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അത്രയും ചെയ്തെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അതിന് ഏറ്റവും എളുപ്പം ഈ ഒരു മാർഗം വയ്യ. അപ്പൊ ഈ ശ്രേണിയിലെ തുക എത്ര? 2790 അല്ലയോ? ഇതിന്റെ കൂടെ എത്ര കൂടെ കൂട്ടണം? ഒരു 210 കൂടെ കൂട്ടിയാൽ 210 കൂടെ കൂട്ടിയാൽ ഇത്രയാണ് ആൻസർ. ഓക്കെ, 0 0 കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടും. ഇവിടെ ഓക്കെ 9 1 കൂടെ കൂട്ടുമ്പോൾ 10 0 ശിഷ്ടം 1 കിട്ടും. ഓക്കെ, 7 2 9 1 10 0 ശിഷ്ടം 1 കിട്ടും. 3 8 3 കിട്ടും. 3 സം എന്ന് പറയുന്നത് 3 3000 എന്ന് കിട്ടും. 3 3000 എ ഓപ്ഷനാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എ ഓപ്ഷൻ. അപ്പോൾ ഇത്ര കാര്യം മാത്രം ആലോചിക്കുക. 2 ശ്രേണികൾ തന്നിട്ടുണ്ട്. ഈ 2 ശ്രേണികൾ തന്നിട്ടുണ്ട് എങ്കിൽ അവയുടെ പൊതുവ്യത്യാസവും പദങ്ങളുടെ എണ്ണവും തുല്യമാണ് എങ്കിൽ ഈ 2 ശ്രേണിയിലെയും പദങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ ആദ്യത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ട് എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോഴായിരിക്കും ഈ പദത്തിന്റെ ശ്രേണിയെക്കാട്ടിൽ എത്ര കൂടുതൽ ഇതിനകത്ത് കാണുമെന്ന് കിട്ടുന്നത്. സാധാരണ ചിലപ്പോൾ PSC ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അണ്ടേ എത്ര 6 12 18 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുകയും അടുത്ത 30 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് 13, 19, 25 എക്സെട്ര എന്ന സമാന്തര ശ്രേണി ആദ്യത്തെ 30 പദങ്ങളുടെ തുക എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? 6 12 18 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് 13, 19, 25 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിൽ എത്ര കൂടുതൽ ഇതിനകത്തുണ്ടെന്ന് വെച്ചാൽ ആൻസർ 210 ആണ് ആൻസർ. അപ്പൊ ഇവിടുത്തെ തുക മൊത്തത്തിൽ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു? ഈ വ്യത്യാസം ഇതിനെക്കാട്ട് കൂടുതലുള്ള 210 കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ കൂട്ടി ആൻസർ 3000 കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇനി ഇത് കണ്ടുപിടിക്കാൻ Sn = n/2 × 2a + n - 1 × d എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഉത്തരം തന്നെ കിട്ടും. 3000 എന്നുള്ള ഉത്തരം തന്നെ കിട്ടത്തുള്ളൂ. ഇക്വേഷൻ ഇതാണ്. Sn = n/2 × 2a + n - 1 × d. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ അത് ഇട്ട് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്താ ഡി ഇക്വേഷൻ ഇവിടെ ഡി എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇട്ട് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഉത്തരം 3000 എന്നുള്ള ഉത്തരം കിട്ടി. എന്നിന്റെ വാല്യൂ 30/2 2 ഇൻറ്റു എയുടെ വാല്യൂ 13 കൊടുക്കണം. 13 ഇൻറ്റു n എന്ന് വെച്ചാൽ 30 - 1 ഇൻറ്റു ഡി എന്ന് വെച്ചാൽ 6. അത് ചെയ്ത് കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 3000 എന്നുള്ള ഉത്തരം കിട്ടത്തുള്ളൂ. അത്രയും ഇത് ചെയ്യാൻ നല്ല സമയം എടുക്കും. അതിനെക്കാട്ടി ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ 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 അടുത്ത നോക്കിയേ. സിലിണ്ടറിന്റെയും കോണിന്റെയും വോളിയം 25:16 എന്ന അനുപാതത്തിലാണ്. അവയുടെ ഉയരം എത്രയാണ്? 3:4 എന്ന അനുപാതത്തിലുമാണ്. അപ്പോൾ സിലിണ്ടറിന്റെയും കോണിന്റെയും അടിത്തറയുടെ ആരത്തിന്റെ അനുപാതം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ സിലിണ്ടർ കോണ് മനസ്സിലായി, വൃത്തസ്തംഭവും വൃത്തസ്തൂപികയുടെയും വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ വന്നിട്ടുണ്ട്. വോളിയം അല്ലെങ്കിൽ വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്ന് വെച്ചാൽ 25:16 ആണ്. അതേപോലെ തന്നെ എന്താണ് പറയുന്നത്? അവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശം തന്നിട്ടുണ്ട്. 3:4 തന്നിട്ടുണ്ട്. അവയുടെ ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കിയേ, ഓക്കെ, സിലിണ്ടറിന്റെയും കോണിന്റെയും വോളിയം വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശം തന്നിട്ടുണ്ട്. എത്ര? 25:16. ഓക്കെ, അപ്പോൾ നോക്കി V1 V1:V2 എന്ന് പറയുന്നത് 25:16 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത് എന്താണ്? അവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. 3:4 തന്നിട്ടുണ്ട്. 3:4 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവയുടെ സിലിണ്ടറിന്റെ അടിത്തറ ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ. ഉയരം തന്നിട്ടുണ്ട്. ഉയരം H1:H2 എന്ന് വെച്ചാൽ 3:4 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R1:R2 എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ V1:V2 വ്യാപ്തങ്ങൾ തമ്മിൽ അംശം എത്ര കിട്ടി? 25:16 എന്നും അതേപോലെ തന്നെ ഉയരങ്ങൾ തമ്മിൽ അംശം എന്ന് പറയുന്നത് എത്ര? 3:4 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ അവിടെ ആരങ്ങൾ തമ്മിൽ അംശം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഇവിടെ രണ്ട് വൃത്തസ്തംഭത്തിന്റെയും ഒരു വൃത്തസ്തംഭം ഒരു വൃത്തസ്തൂപികയുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമുക്കിതെങ്ങനെ വൃത്തസ്തംഭത്തിന്റെയും വൃത്തസ്തൂപികയുടെയും വ്യാപ്തങ്ങൾ. ഇപ്പൊ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? πr² h ആണ്. πr² R1 എന്ന് ഞാൻ H1 എന്ന് കൊടുക്കും. H1 ഒന്നാമത്തിന്റെ ഇവിടെ ഒരേപോലെ വരും. ഇവയുടെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ബൈ അതിന്റെ വിസ്തീർണം. അടുത്ത വൃത്തസ്തൂപിക എന്ന് വെച്ചാൽ എന്താ? 1/3
പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ ഇത് 2 എന്ന് കൊടുത്ത് ഇവിടെയും 2 എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ് വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ചും വൃത്തസ്തൂപിയുടെ എന്ന് വെച്ചാൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ ഇതാ ഇവിടുത്തെ ആരമല്ല ഇവിടുത്തെ ആര. അപ്പോൾ R1 R2 ഇവിടെ H1 H2 എന്ന് കൊടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് V1/V2. വ്യാപ്തങ്ങൾ തമ്മിൽ അംശം V1/V2 എന്ന് കിട്ടും. ഇത്രയും വരെ ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് കോമൺ ആയിട്ട് വെട്ടിക്കളയുന്ന സാധനമൊക്കെ ആണെങ്കിൽ വെട്ടിക്കളഞ്ഞു. എച്ചും എച്ച് കൂടെ അങ്ങ് വെട്ടിക്കളഞ്ഞു. അല്ല പൈയും പൈ കൂടെ അങ്ങ് വെട്ടിക്കളഞ്ഞു. എന്താ ഈ 3 തിരിഞ്ഞു വീഴും. അപ്പോൾ എന്താ നമുക്ക് ഇനി ഉണ്ട് R1 ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. R1 അല്ല അതാണ് കണ്ടുപിടിക്കേണ്ടത്. R1ന്റെ സ്ക്വയർ ഇൻറ്റു H1 ഓൾറെഡി തന്നിട്ടുണ്ട് 3 × 3 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. R2ന്റെ സ്ക്വയർ ഇൻറ്റു H2 ഓൾറെഡി തന്നിട്ടുണ്ട് 4. ഓക്കെ. ഈ 1/3 തിരിച്ചു വിടുമ്പോൾ 3 അങ്ങ് മേളിൽ പോയി. ഇത്രയും വരെ എഴുതാമല്ലോ. ഓക്കെ ആണല്ലോ. ഈ പൈയും ക്യാൻസൽ ആയി പോയി. RM1 അറിയത്തില്ല. RM1ന്റെ സ്ക്വയർ ഇൻറ്റു H1 എന്ന് വെച്ചാൽ 3 ഡിവൈഡഡ് ബൈ അടുത്ത ഈ 3 തിരിഞ്ഞു വീഴുമ്പോൾ 3 അങ്ങ് മേളിൽ പോയി. അതേപോലെ തന്നെ ഇവിടെ R2 അറിയത്തില്ല. H2ന്റെ വാല്യൂ നമുക്കറിയാം 4 എന്ന് കൊടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വ്യാപ്തം. വ്യാപ്തം എന്ന് പറയുന്നത് V1 ഓൾറെഡി തന്നിട്ടുണ്ട് 25/16 V2 16 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. യെസ്. ഇനി എന്ത് ചെയ്യാം? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട R1/R2 ഒഴിച്ച് ബാക്കിയുള്ളതിനെ അങ്ങ് സമത്തിനപ്പുറത്തോട്ടും കൊണ്ടുപോയിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. കണ്ടുപിടിക്കേണ്ട ഒഴിച്ച് ബാക്കി എല്ലാം സമത്തിനപ്പുറം പോകുമ്പോൾ R1ന്റെ സ്ക്വയർ R2ന്റെ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എത്ര ഉണ്ട്? 25/16 വരയുടെ താഴെ 4 കിടക്കുന്ന ഹരിച്ചൊക്കെ അപ്പുറത്ത് നമുക്ക് ഗുണിക്കണം. വരയുടെ മേളിൽ പോകും ഇൻറ്റു 4. വരയുടെ മേളിലാണ് എന്ത് കിടക്കുന്നത്? 3 × 3 കിടക്കുന്നത്. ഗുണിച്ചൊക്കെ ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. 3 × 3 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി വെട്ടാൻ പറ്റുന്ന എല്ലാം അങ്ങ് വെട്ടിക്കളാം വെട്ടിക്കളാം. നമുക്ക് നോക്കിയേ 1 4 4 4 16. ഓക്കെ ആണല്ലോ. ഓക്കെ. യെസ്. ഇനി നമുക്ക് നോക്കാം. R1ന്റെ സ്ക്വയർ R2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ 25 ഡിവൈഡഡ് ബൈ 9 4 36 25/36. നമുക്ക് എന്ത് ചെയ്യണം? R1 ഈസ് ടു R2 എന്ന് കൊടുക്കുക. അപ്പൊ എന്താ R1/R2 എന്ന് പറയുന്നത് R1/R2 എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ അങ്ങ് മാറ്റണം. നമുക്ക് RM1 RM2 ആണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ മാറ്റണം. സ്ക്വയർ മാറ്റണമെങ്കിൽ സമത്തിനപ്പുറ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ മാറ്റണ അപ്പുറ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് അങ്ങ് എടുത്തേക്ക്. അപ്പൊ എന്താ √25/36 എന്ന് വെച്ചാൽ 25ന്റെ റൂട്ട് എന്ന് വെച്ചാൽ 5 എന്ന് കിട്ടും. 36ന്റെ റൂട്ട് എന്ന് വെച്ചാൽ 6 എന്ന് കിട്ടും. 5/6 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ R1/R2 ഇങ്ങനെയാണ്. R1/R2 എന്ന് പറയുന്നത് എത്ര? 5/6 എന്ന് കിട്ടും. ഓക്കെ. ഇതാ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. A/B = C/DA. നമുക്ക് എന്താ എഴുതാം? A/B = C/D എന്ന് എഴുതാം. A/B = C/DA. A/B = C/D. അപ്പോൾ R1/R2 നമുക്ക് എന്താ? R1:R2 എന്ന് എഴുതാം. ഈക്വൽ ടു 5/6 എന്ത് എഴുതാം? 5:6 എന്ന് എഴുതാം. നമ്മൾ ആൻസർ എന്ന് പറയുന്നത് R1:R2 എന്ന് വെച്ചാൽ 5:6 ആണ്. ഇവിടെ ആരങ്ങൾ തമ്മിൽ അംശം എന്ന് പറയുന്നത് എത്രയിട്ട്? 5:6 ആണ്. കണ്ടോ നോക്കിയേ. ഇവിടെ 5:6 ബി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു സിലിണ്ടറിന്റെയും കോണിന്റെയും വോളിയം. സിലിണ്ടർ എന്ന് വെച്ചാൽ വൃത്തസ്തംഭം, പിന്നെ കോണം എന്ന് വെച്ചാൽ വൃത്തസ്തൂപിക. ഇവയുടെ എന്താണ് വ്യാപ്തങ്ങൾ തമ്മിലുള്ള വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശം തന്നിട്ടുണ്ട് 25:16 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ അവയുടെ ഉയരങ്ങൾ തമ്മിൽ അംശം തന്നിട്ടുണ്ട് 3:4. നമുക്ക് അവിടെ ആരങ്ങൾ തമ്മിൽ അംശം എന്താ? അപ്പോൾ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ πr²h ഉം വൃത്തസ്തൂപികയുടെ 1/3 πr²h ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. തന്നേക്കന്നെ വ്യാപ്തം V1:V2 കൊടുത്ത് എച്ചും കൊടുത്തു. നമ്മളിതാ ഈ രീതിയിലോട്ട് തന്നേക്കുന്ന കാര്യത്തിനകത്തെല്ലാം ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള വെട്ടിക്കളയെ ചെയ്തുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ 5:6 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ. ഓക്കെ. നമ്മൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിവിടെ ചെയ്യേണ്ട ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ ഓക്കെ. ഇത് നമ്മൾ ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യനാണ്. ഡിഗ്രി ലെവലിനകത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. ഡിഗ്രി ലെവലിൽ ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എന്നെങ്കിൽ ലോ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ട്. അത് വേറെ കാര്യം. ഓക്കെ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പോയി ഇതെല്ലാം ചെയ്തു നോക്കുക. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഇതിന് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമെന്നും പിന്നെ നമ്മുടെ ടോപ്പിക് ബേസ്ഡ് ക്ലാസ് നടക്കുന്ന ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ കാര്യങ്ങളൂടെ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ. ബൈ.